ദൈവം വലിയ ഭാഗ്യത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുകയാണ്. ഇന്ന് രാത്രിയിൽ അൽവിയ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രിയ ദൈവമക്കൾ, ഇതിന്റെ ഭാരവാഹികൾ, എല്ലാവരെയും ദൈവം ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ അധികം സന്തോഷമുണ്ട് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ച പരിചയപ്പെടുത്തിയ ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന രണ്ട് ദൈവദാസന്മാരാണ്. ഒന്ന് ഗോഡ്സൺ പാസ്റ്ററും അതുപോലെ തന്നെ എന്റെ സ്നേഹിതൻ സനിൽ പാസ്റ്ററും. രണ്ടുപേരെയും ഞാൻ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. അതിലുപരിയായി കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രി വളരെ തികച്ചും പ്രാർത്ഥനയോട് ദൈവത്തിൽ ആയിരിക്കുക. ഇത് കൂടുതലും ദൈവദാസിമാരാണ് ഉള്ളത്. ഹല്ലേലൂയ. അതങ്ങനെയാണ്. പല മീറ്റിങ്ങിനും ഞാൻ സൂം മീറ്റിംഗിലാണ് കൂടുതലും ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയാം. ഹല്ലേലൂയ. എന്നാലും ഭാരപ്പെട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു വാഞ്ച ഉള്ളത് കൊണ്ട്, ഹല്ലേലൂയ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യാശ, ഒരു വിടുതൽ ആഗ്രഹിക്കുന്നത് കൊണ്ടും ഹല്ലേലൂയ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് തീർച്ചയായും ഹല്ലേലൂയ ആ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നിങ്ങൾ ആയിരിക്കുക. തീർച്ചയായും ഇന്ന് രാത്രി എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിൽ നിന്നും സകലതും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഞാൻ എപ്പോഴും അതിന്റെ ശുശ്രൂഷ ഭാഗത്ത്, ദൈവത്തിന്റെ ശുശ്രൂഷ ഭാഗത്ത് ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കാണ്, ഹല്ലേലൂയ, നാം ദൈവ സാന്നിധ്യത്തിന്റെ പുറത്തു നിന്നാൽ വെറുതെ വന്ന ഒരു പാട്ടും പാടി ഹല്ലേലൂയ ഒരു വചനവും കേട്ട് ഹല്ലേലൂയ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാന്നേ ഉള്ളൂ. ഒരു വിടുതൽ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവസ്ഥാനത്തിന്റെ അകത്ത് നിൽക്കുന്നവൻ വെറുതെ ഇരിക്കത്തില്ല, അവൻ ദൈവമഹത്വം കാണും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും ദൈവസ്ഥാനത്തിന്റെ പുറത്ത് നിൽക്കാതെ മറ്റു ചിന്തകളെ മാറ്റിവെച്ച്, മറ്റു ഭാരങ്ങളെ ദൈവത്തിൽ മാറ്റിവെച്ച്, ദൈവത്തിൽ നിങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത്, ദൈവമേ ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമെന്ന് വചനത്തിന്റെ അകത്തുനിന്നുകൊണ്ട് എന്നോട് സംസാരിക്കും. ഒരു മാനുഷികമായ ശബ്ദമല്ല ഇന്ന് രാത്രി ഞാൻ കേൾക്കേണ്ടത്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ എന്ന ആഗ്രഹത്തോടെ ആയിരിക്കും. ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തോട്, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തോട് ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണം എന്ന വളരെയധികം നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തന്നെ യേശു മാർത്തയോട് പറഞ്ഞ ഒരു ഒറ്റ വാക്കുണ്ട്, മാർത്തിയെ നീ വിശ്വസിച്ചാൽ ഇന്ന് രാത്രി നീ മഹത്വം കാണും. അല്ലെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവദാസിമാരോട്, മാതാപിതാക്കന്മാരോട്, അല്ലെങ്കിൽ ദൈവദാസന്മാരോട് ഇന്ന് രാത്രി എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ തയ്യാറായാൽ, നിങ്ങൾ വിശ്വാസത്തോടെ ആയിരിക്കുവാൻ തയ്യാറാണ്. വചനത്തിന്റെ നിവൃത്തീകരണം ഇന്ന് രാത്രി ഹല്ലേലൂയ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത്, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ വചനം പരിവർത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെയധികം പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ പല ദേശത്തു നിന്നുകൊണ്ട്, പല സാഹചര്യങ്ങൾക്ക് ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒന്നും കൂടെ പറയാം. ഹല്ലേലൂയ. ഒരു വാക്കും കൂടെ എടുത്ത് പറയാം. ഇതൊരു സൂം പ്ലാറ്റ്ഫോം അല്ല, ഇതൊരു മാളിക മുറിയാ. ഹല്ലേലൂയ. നമ്മൾ ഒരു മാളിക മുറിക്കകത്തായിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മാളിക മുറിക്കകത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ, ഏക മനസ്സോടെ, ഏകാഗ്രതയോടെ ഹല്ലേലൂയ ഇന്ന് രാത്രി ഒരുമിച്ച് നാം ദൈവത്തിലായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ മാർക്കോസിന്റെ മാളിക മുറിയിൽ ഹല്ലേലൂയ 120 പേരുടെ മേൽ പകർന്ന അഭിഷേകത്തിനെത്തി. ഹല്ലേലൂയ ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഈ സൂം പ്ലാറ്റ്ഫോമിന്റെ അകത്ത്, ഈ മാളിക മുറിക്കകത്ത് നാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ ചലിക്കുമെന്ന ആ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഇന്ന് രാത്രി മുഖവരെ ഒന്നും കൂടാതെ ഇന്ന് രാത്രി എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക്, ആലോചനയിലേക്ക്, വചനത്തിലേക്ക് ഞാൻ കടക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം, നിങ്ങളുടെ പ്രാർത്ഥന എന്റെ മേലുണ്ടായി. നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക. കഴിവതും നിങ്ങളുടെ ക്യാമറ ഒന്ന് ഓൺ ചെയ്താൽ കൊള്ളാമായിരുന്നു. അത് ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കും ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ സൗന്ദര്യം കാണുവാനല്ല, നിങ്ങളുടെ വീടിന്റെ ഭംഗി കാണുവാനല്ല. അല്ലെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ അവിടെ സ്തോത്രം പറയുമ്പോൾ ഹല്ലേലൂയ അത് എനിക്കും ഒരു ശുശ്രൂഷയ്ക്ക് ഒരു വിടുതൽ, ഒരു അനുഗ്രഹമായി തീരും. നിങ്ങളുടെ പ്രായത്തെക്കാൾ ഏറ്റവും പ്രായം കുറഞ്ഞവനാണ്. അതുകൊണ്ട് ഹല്ലേലൂയ അതുകൊണ്ട് നിങ്ങൾ വളരെയധികം പ്രാർത്ഥനയോടെ ആയിരിക്കുക. അത് ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം, പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്നും യെശയ്യാപ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ ഒരു ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം അതിന്റെ 9, 10, 11 വാക്യങ്ങൾ ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. യഹോവയുടെ ഭുജമേ ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞ് നീയല്ലയോ? സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? വായിച്ചാട്ടെ. 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ.
യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞെരുക്കവും ഓടിപ്പോകും. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ആ 11-ാമത്തെ വാക്യം അവിടെ തീരുകയാണ്. ഒരു നിമിഷം നിങ്ങൾക്ക് കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണും അടച്ചട്ടെ. വാക്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. യെശയ്യാപ്രവചന പുസ്തകം 51-ാം അധ്യായം 9, 10, 11 വാക്യങ്ങളാണ്. 3 വാക്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് രാത്രി നിങ്ങളോട് വചനവുമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണും അടച്ചിട്ട് ആരും മൗനമായിരിക്കാതെ മറ്റു ചിന്തകളെ മാറ്റിവെച്ച് മറ്റു ഭാരങ്ങളെ ദിവസത്തിൽ മാറ്റിവെച്ചിട്ട് ഇന്ന് രാത്രി ദൈവമേ എന്നോട് സംസാരിക്കാം. തിഗ്മായുടെ മകനായ ബർത്തിമായി യേശു വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവൻ ഏറ്റവും അധികം നിലവിളിച്ചതുപോലെ ഇന്ന് രാത്രി പലരും അവനെ കളിയാക്കുവാനുണ്ടായിരുന്നു, പലരും അവനോട് മിണ്ടാതിരിപ്പാൻ പറഞ്ഞു. എന്നാലും ആരുടെ വാക്കു കേൾക്കാതെ അവൻ ദൈവത്തിൽ നിലവിളിച്ചപ്പോൾ അവന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ യേശു അവിടെ നിന്നുവെങ്കിൽ ഇന്ന് രാത്രി നാം അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ അകത്ത്, നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത് ഇന്ന് രാത്രി ദൈവവചനം നമ്മോട് സംസാരിപ്പാൻ വേണ്ടി, ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിപ്പാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതരഘടക ശന്തന അല്പസമയം അന്യഭാഷ നിറവിൽ അല്പസമയം അന്തരീക്ഷങ്ങളെ ഒന്ന് വിട്ടുകൊടുത്ത് ഇന്ന് പകൽക്കാലം മറ്റു ചിന്തകളെ മാറ്റിക്കൊണ്ട് അല്പസമയം അതരങ്ങളെ തുറന്ന് വചനത്തിന്റെ നിവർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി ഇന്ന് രാത്രി വചനത്തിന്റെ വിത്തുകൾ അത് എറിയുമ്പോൾ തന്നെ അത് നല്ല നിലത്ത് ഫലം കായ്ക്കുവാൻ വേണ്ടി ഇന്ന് പലക്കാലം 100 മേനിയായി ഫലം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ വേണ്ടി, വചനത്തിന്റെ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ വേണ്ടി, വചനത്തിന്റെ വിടുതൽ നമ്മുടെ തലമുറയിന്മേൽ കാണുവാൻ വേണ്ടി, വചനത്തിന്റെ വിടുതലുകൾ നമ്മുടെ സഭയിന്മേൽ കാണുവാൻ വേണ്ടി, വചനത്തിന്റെ വിടുതലുകൾ നമ്മുടെ ദേശത്തിൽ കാണുവാൻ വേണ്ടി ഇന്ന് രാത്രി അല്പസമയം ആദരങ്ങളെ തുറന്ന് കരമടിച്ച് ആരാധിക്കുവാൻ കഴിയുന്ന അല്പസമയം ആ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ആത്മസാന്നിധ്യത്തോടെ ഹല്ലേലൂയ ശതരഘടകസ്യന്തര വൈരം തേരഘടകസ്യന്തര ലമനധനഘടകസ്യന്തര അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അന്തരീക്ഷത്തെ അങ്ങ് ചേഞ്ച് ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മസാന്നിധ്യത്താൽ ഇന്ന് പൽക്കാലം ചിലത് പ്രാപിപ്പാൻ, ചിലതിനെ ഇന്ന് പൽക്കാലം പൊളിച്ചിട്ട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് കൽവിയെ തടസ്സമായിക്കുന്ന ചിലതിനെ പൊളിച്ചിട്ട് ഇന്ന് രാത്രി ചിലതിനെ പണിയുവാൻ, ഇന്ന് രാത്രി തകർന്നു കിടക്കുന്ന മേഖലകളെ പണിയുവാൻ, ശൂന്യമായതിനെ പണിയുവാൻ വേണ്ടി ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ചിലതിനെ നിവർത്തീകരിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ മുറ്റുമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുകയാണ്. ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരികയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ വായിക്കപ്പെട്ട വചനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, ഒളിഞ്ഞിരിക്കുന്ന ആത്മീയ മർമ്മങ്ങളെ, ദൂതുകളെ, പ്രവചന ശബ്ദങ്ങളെ അങ്ങ് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഒരു മാനുഷികമായ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. അങ്ങ് ദൈവം ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാര്യങ്ങൾ മുറ്റുമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ആസുരമാനമഹത്വം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിനെ ആമേൻ. സന്തോഷമുള്ള ഹൃദയത്തെ സൂചന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെയധികം പ്രാർത്ഥനയോട് നാം ദിവസത്തിലായിരിക്കുക. ഇന്ന് രാത്രി മറ്റു ചിന്തകളെ മാറ്റിവെച്ച് നമ്മൾ ദിവസത്തിൽ വചനത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ദിവസത്തിലായിരിക്കുക. ശാരീരികമായ ക്ഷീണമുണ്ട്, തൊണ്ടയുടെ പ്രയാസമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയാണ്, ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്റെ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വളരെയധികം പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് സുപരിതമായ ഒരു വേദഭാഗമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ. അനേക ദൈവദാസന്മാർ ശുശ്രൂഷിച്ചിട്ടുള്ളതും ദൈവിക ആലോചനകൾ അറിയിച്ചിട്ടുള്ളതുമായ ഈ കാലഘട്ടത്തിൽ നാം അറിയേണ്ടതും നമ്മോട് ദൈവം അറിയിക്കുന്നതായ ചില മുന്നറിയിപ്പുകളെ പറ്റിയാണ് ഇന്ന് രാത്രി നാം ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. നോക്കണം, ഈ കാലഘട്ടത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതായ, പ്രത്യേകിച്ച് ദൈവമക്കൾ, പ്രാർത്ഥിക്കുന്ന ദൈവസഭ, വിശ്വാസി മക്കൾ, ശുശ്രൂഷകന്മാർ, നാം അറിഞ്ഞിരിക്കേണ്ടതായ ചില മുന്നറിയിപ്പുകളാണ് ഈ 3 വാക്യങ്ങൾക്കകത്ത്, 9, 10, 11 വാക്യങ്ങൾക്കകത്ത് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഇത് ശുശ്രൂഷിച്ചിട്ടുണ്ട്. എന്നാലും പുതിയ ചിന്തകൾ, പുതിയ ആശയങ്ങളെ ദൈവാത്മാവ് എന്നെ പരമേൽപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് ഷെയർ ചെയ്യുവാനും താല്പര്യപ്പെടുകയാണ്. നാം വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്. യെശയ്യാപ്രവചന പുസ്തകം 51-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ. നോക്കണം, ഈ
ഇത് വലിയ പ്രവാചകന്മാരിൽ ഇതൊരു പ്രവചന പുസ്തകമാണ്. വലിയ പ്രവാചകന്മാരിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. നോക്കണം, ഈ 3 വാക്യങ്ങളും ഇതൊരു പ്രവചന വാക്യമാണെങ്കിൽ പോലും ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിയിൽ ദൈവം നമ്മോട് അറിയിക്കുന്ന മുന്നറിയിപ്പും കൂടെയാണ്. പ്രത്യേകിച്ച് ദൈവസഭയോട്, ദൈവമക്കളോട്, നമ്മോട് വാഗ്ദത്തമുള്ള ദൈവമക്കളോട് പറയുന്ന 3 വാക്യങ്ങളും 3 മുന്നറിയിപ്പുകളാണ് ഇന്ന് രാത്രി ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 9ാമത്തെ വാക്യം വായിച്ചാട്ടെ. യഹോവയുടെ ഭുജമേ ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക, പൂർവ്വകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. ആ വാക്യങ്ങൾ നമുക്ക് നിർത്തി വായിച്ചു വരാം. അതിന്റെ 9ാമത്തെ വാക്യം അങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവയുടെ ഭുജമേ ഉണരുക, നിന്റെ ശക്തി ധരിച്ചുകൊള്ളുക, പൂർവ്വകാലത്തും പണ്ടത്തെ തലമുറകൾ എന്ന പോലെ നാം ഒന്ന് ഉണരണം. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് എന്ത് മെസ്സേജ് എടുക്കുമെന്ന് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാ ദേവദാസൻ നോട്ടീസ് അയച്ചു. ആ നോട്ടീസിന്റെ പുറത്ത് തന്നെ ഈ മെസ്സേജ് കടന്നു. സത്യം പറഞ്ഞാൽ ഇത് എടുക്കണോ എടുക്കണ്ടേ എന്ന് ഞാൻ വിചാരിച്ചൊരു മെസ്സേജാ. കാരണം ഇത് ഞാൻ പലപ്പോഴും ഞാൻ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് എടുക്കണോ വേണ്ടെന്ന് എടുത്തപ്പോഴാ ദൈവാത്മാവ് എന്നോട് ചിന്തിപ്പിച്ചു ഇത് എടുക്കണം. കാരണം ഇത് ഈ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു മെസ്സേജാ. അതുകൊണ്ട് നോക്കണം, 9ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവയുടെ ഭുജമേ ഉണരുക, നിന്റെ ശക്തി നീ ധരിച്ചുകൊള്ളുക. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട്, കരയുന്ന മാതാപിതാക്കളോട്, ദൈവമക്കളോട്, ശുശ്രൂഷകന്മാരോട്, ദൈവസഭയോട് ദൈവാത്മാവ് നമ്മോട് പറയുന്ന 1ാമത്തെ മുന്നറിയിപ്പ്, നാം ഒന്ന് ഉണരണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉണരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ നോക്കണം, ഇന്ന് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, മഹാമാരികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് മാറി പ്രശ്നങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്നു. ഓർക്കുക, ഒരു മഹാമാരി കൊണ്ട് തീരുന്നില്ല. ഒരു യുദ്ധം കൊണ്ട് തീരുന്നില്ല. ഒരു പ്രളയം കൊണ്ട് തീരുന്നില്ല. ഇനി ഭൂകമ്പങ്ങളും ഇനിയും യുദ്ധങ്ങൾ വരുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയാം, ഈ ദിവസങ്ങളിൽ, ഇനിയുള്ള സമയങ്ങളിൽ, ഇനിയുള്ള നിമിഷങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറുകളിൽ, ഇനിയുള്ള യുഗങ്ങളിൽ നാം എന്ത് ചെയ്യണം? അടങ്ങിയിരിക്കാതെ, മൗനം പാലിച്ചിരിക്കാതെ ദൈവത്തിൽ ഉണരണമെന്ന് ദൈവാത്മാവ് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഓർക്കുക, വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ തന്നെ നാം വസിക്കുന്ന ഈ സമൂഹം, നാം വസിക്കുന്ന ഈ ദേശം, അനേക കുടുംബങ്ങൾ, അനേക തലമുറകൾ ഇന്നും പാപത്തിന്റെ ചേറ്റിൽ കിടക്കുകയാണ്. ഇന്നും ഒരു ഇരുട്ട് കൊണ്ട് നിറയപ്പെട്ട് കിടക്കുകയാ. വിശുദ്ധ വേദപുസ്തകത്തിന് അതിന് അടിസ്ഥാന തെളിവുണ്ട്. പറയാം, അതിന് അടിസ്ഥാന തെളിവോടുകൂടിയാ ഞാൻ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നോക്കാം, അതിന് അടിസ്ഥാനം ഞാൻ പറഞ്ഞല്ലോ. നാം വസിക്കുന്ന ഈ സമൂഹം, നാം വസിക്കുന്ന ഈ ദേശം, അനേക തലമുറകൾ, കുടുംബങ്ങൾ ഒരു ഇരുട്ടിന്റെ മറയ്ക്കകത്ത് കിടക്കുകയാ. യെശയ്യാ പ്രവചന പുസ്തകം തന്നെ 60-ാം അധ്യായം അതിന്റെ 2ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 60-ാം അധ്യായം അതിന്റെ 2ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുന്നു, നിന്റെ മേലോ യഹോവയുടെ തേജസ് ഉദിക്കും. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, നാം വസിക്കുന്ന ഈ സമൂഹം, നാം വസിക്കുന്ന ഈ പട്ടണം എന്തുകൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്നു? ഇരുട്ട് കൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയാ. അനേക തലമുറകൾ, അനേക കുടുംബങ്ങൾ എന്തുകൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്നു? കൂരിട്ട് കൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയാണ്. നോക്കണം, ഇരുട്ട് എന്ന് പറഞ്ഞാൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഇരുട്ട് എന്ന് പറഞ്ഞാൽ അത് പാപത്തെ കാണിക്കുന്നു. പാപത്തെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹം എന്തുകൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയാ? പാപത്താൽ നിറഞ്ഞു കിടക്കുകയാ. അങ്ങനെയാണെങ്കിൽ ഈ പാപത്താൽ നിറഞ്ഞു കിടക്കുന്ന സമൂഹത്തിൽ നിന്നും അനേക കുടുംബങ്ങൾ, അനേക തലമുറകൾ പാപത്തിന്റെ ചേറ്റിൽ കിടക്കുമ്പോൾ, അങ്ങനെയുള്ളവരെ നാം വിടുവിക്കപ്പെടണമെങ്കിൽ, അത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം ഒന്ന് ഉണരണം. ദൈവസഭ ഉണർന്നാൽ മാത്രമേ, ദൈവമക്കൾ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഓർക്കുക, അനേക തലമുറകൾ, അനേക കുടുംബങ്ങൾ പുറത്തു വരത്തുള്ളൂ.
ഹല്ലേലൂയ. എത്ര പേർ അൽവി സ്വീകരിക്കുവാൻ തയ്യാറാണ്? എത്ര പേർക്ക് മനസ്സിലായി? നോക്കണം, ഹല്ലേലൂയ. നമ്മുടെ പണം കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ, നമ്മുടെ കുലമഹിമ കൊണ്ടോ, നമ്മുടെ സാമ്പത്തികം കൊണ്ടോ ഈ തലമുറകളും ഈ കുടുംബം പുറത്തു വരത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് കാലം എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട്, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരോട്, എന്നെ കേൾക്കുന്ന ദൈവസഭയോട് ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. തലമുറകൾ പുറത്തു വരണമെങ്കിൽ, വാഗ്ദത്തമുള്ള തലമുറകൾ, വാഗ്ദത്തമുള്ള കുടുംബങ്ങൾ ഇരുട്ടിന്റെ മറയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ, ഇരുട്ടിന്റെ പട്ടണത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ, അതിൻ്റെ അകത്ത് ഒരു വെളിച്ചം കടക്കണമെങ്കിൽ ഇന്ന് കാലം ദൈവസഭ മടി പിടിച്ചിരിക്കുവാനല്ല, അത് സമയം ചെലവഴിക്കുവാനല്ല, ഇന്ന് ദൈവസഭ എഴുന്നേൽക്കുവാൻ സമയമായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓർക്കുക, ഇന്നും നമ്മുടെ നാം പാർക്കുന്ന പട്ടണത്തിന്റെ അകത്ത് ഇന്നും അനേക തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് ഏത് പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും, ഇന്ന് ഏറ്റവും കൂടുതൽ മരണ കേസുകൾ എടുത്തു നോക്കിയാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ എടുത്തു നോക്കിയാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങളും എടുത്തു നോക്കിയാൽ, ഇന്ന് ഏറ്റവും കൂടുതലും അതിനൊക്കെ അടിമപ്പെടുന്ന ആരാ? അത് മുതിർന്ന ആൾക്കാരല്ല, യൗവനക്കാരന്മാരും യൗവനക്കാരികളാ. ഹല്ലേലൂയ. ഓർക്കുക, അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ഒരു സമൂഹത്തിൽ അനേക തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഇരിക്കുവാനല്ല ദൈവസഭയുടെ ദൗത്യം. ദൈവസഭയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കാലം ചിലതിനെ പുറത്തു കൊണ്ടുവരുവാനാ. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവചന പുസ്തകം 37-ാം അധ്യായം ഇങ്ങനെ പറയുന്നു: അസ്ഥിയുടെ താഴ്വാരയിൽ നിന്നും ഒരു സൈന്യം എഴുന്നേറ്റതുപോലെ ഇന്ന് കാലം, ഇന്ന് രാത്രി, ഈ 2024 മെയ് മാസം 11-ാം തീയതി ദൈവാത്മാവ് നമ്മോട് ഒരു മുന്നറിയിപ്പ് നൽകുകയാ. ദൈവസഭ, ദൈവ മക്കൾ, രഹബത്ത് മിനിസ്ട്രി, ഹല്ലേലൂയ, ഇന്ന് കാലം അടങ്ങിയിരിക്കാതെ ഈ ദിവസങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, മുട്ടുമടക്കുവാൻ തയ്യാറായാൽ, തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, ഇന്ന് കാലം ദൈവാത്മാവ് നമ്മോട് പറഞ്ഞൊരു വാക്കുണ്ട്: നിന്റെ ഭവനത്തിന്റെ അകത്തുള്ള, നിന്റെ ദേശത്തിന്റെ അകത്തുള്ള ചില വാഗ്ദത്തമുള്ള തലമുറകളെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുവാൻ തയ്യാറാണ്? എത്ര പേർ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുവാൻ തയ്യാറാണ്? ഓർക്കുക, ഇന്നും നമ്മുടെ പട്ടണത്തിന്റെ അകത്ത്, ഇന്നും നമ്മുടെ ദേശത്തിന്റെ അകത്ത്, നമ്മുടെ ചുറ്റുപാടിന്റെ അകത്ത് അനേക വാഗ്ദത്തമുള്ള തലമുറകളുണ്ട്. ഹല്ലേലൂയ. ഇന്നും ശുശ്രൂഷകൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട തലമുറകൾ, ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിയുള്ള തലമുറകൾ ഇന്നും നമ്മുടെ കുടുംബത്തിന്റെ അകത്തുണ്ട്. പക്ഷെ പലതും മാറി നിൽക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുക, ഇന്ന് പകൽക്കാലം വചനത്തിന്റെ അകത്തുനിന്ന് കൊണ്ട് ദൂത് വിളിച്ചു പറയുക, ഹല്ലേലൂയ, മാറിപ്പോയതിനെ, പിന്തിരിഞ്ഞു പോയതിനെ, ചിലതിനെ ഞാൻ മടക്കി കൊണ്ടുവരുവാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി വചനത്തിന്റെ അകത്തുനിന്ന് കൊണ്ട് ദൂത് വിളിച്ചു പറയുക. ഇന്ന് രാത്രി അത് ഏറ്റെടുക്കുവാൻ എത്ര പേർ തയ്യാറാണ്? എത്ര മാതാപിതാക്കൾ തയ്യാറാണ്? ഇന്ന് രാത്രി കരയുന്ന മാതാപിതാവേ, നീ തലമുറകൾക്ക് വേണ്ടി കരയുന്നുണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി കരയുന്നുണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ വിഷയത്തിന് വേണ്ടി കരയുന്നുണ്ടെങ്കിൽ, ദൈവാത്മ പറയുന്നു, ചില തലമുറകൾ ഞാൻ മടക്കിക്കൊണ്ടുവരുവാൻ പോകുകയാ. ചിതറിപ്പോയതിനെ, പിന്മാറിപ്പോയതിനെ, ഹല്ലേലൂയ, വിളിയുള്ളവരെ ഞാൻ മടക്കി കൊണ്ടുവരുവാൻ പോകുന്നു ദൈവാത്മാവ് വചനത്തിന്റെ അകത്തുനിന്ന് കൊണ്ട് ദൂത് വിളിച്ചു പറയുകയാ. എത്ര പേർ സ്വീകരിക്കുവാൻ തയ്യാറാണ്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ അത് ഏറ്റെടുക്കുന്ന ഹല്ലേലൂയ മാതാപിതാക്കൾ, അത് സ്വീകരിക്കുന്ന ദൈവമക്കൾ, ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ പറയുന്ന വാക്കുകൾ ഹല്ലേലൂയ വെറും വാക്ക് പറഞ്ഞിട്ട് പോകുവാനല്ല ദൈവാത്മാവ് പറയുന്നത്. ചിലത് ഞാൻ നിവർത്തീകരണത്തിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കുമെന്ന് ദൈവാത്മാവ് നമ്മോട് പറയുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓർക്കുക, ഈ ദിവസങ്ങളിൽ മടി പിടിച്ചിരിക്കുവാനല്ല, മടി പിടിച്ചിരിക്കുക 2021-ലും 2022-ലും അത് നമ്മുടെ ജീവിത കഴിഞ്ഞ നിമിഷങ്ങളെല്ലാം നാം മടി പിടിച്ചിരുന്നു. ഹല്ലേലൂയ. പലപ്പോഴും സമയം ചിലവഴിച്ചു, പലതിനും സമയം ചിലവഴിച്ചു. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തം ഉണ്ടല്ലേ? നമ്മുടെ ജീവിതത്തിൽ അനേക വാഗ്ദത്തങ്ങളുണ്ട്, അനേക വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെ നോക്കി, നമ്മുടെ കുടുംബത്തെ നോക്കി, നമ്മുടെ സഭയെ നോക്കി ദൈവം അനേക വാഗ്ദത്തങ്ങൾ പറഞ്ഞു. അനേക ദൈവദാസന്മാർ നമ്മുടെ തലമുറകളെ, കുടുംബത്തെ നോക്കി പ്രവചിച്ചു, ദൂതുകൾ പറഞ്ഞു. പക്ഷെ ഇന്നും പല വാഗ്ദത്തങ്ങളും നമുക്ക് നേടുവാൻ സാധിച്ചില്ല.
ഹല്ലേലൂയ. പല വാഗ്ദത്തങ്ങൾ കാണുവാൻ സാധിച്ച, പലപ്പോഴും നമ്മുടെ ബന്ധക്കോസ്തിലെ വിശ്വാസി മക്കളുടെയും നമ്മുടെ ദൈവമക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പേരാ ഹല്ലേലൂയ പിശാച്. ഹല്ലേലൂയ. പിശാച് തടസ്സം നിന്നത് കൊണ്ടാ, ഹല്ലേലൂയ, അവൻ തടസ്സം നിന്നത് കൊണ്ടാ എനിക്ക് വാഗ്ദത്തം കിട്ടാത്തത്. ഞാൻ പറയും ഹല്ലേലൂയ, പിശാചല്ല കാരണക്കാരൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഞാൻ പിശാചിന്റെ സൈഡല്ല. ഹല്ലേലൂയ, ഒരു പരിധി വരെ പിശാച് നമുക്ക് വേണ്ടി തടസ്സമായി നിൽക്കുമ്പോൾ അതിൽ കൂടുതലും ഹല്ലേലൂയ നമ്മളെ തടസ്സം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തിന്, നമ്മുടെ വാഗ്ദത്തത്തിന്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ ആരാധനയ്ക്ക് തടസ്സം പലപ്പോഴും നാം തന്നെയാ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് വിടുതൽ കാണുവാൻ സാധിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ പിറുപിറുക്കാറുണ്ട് ദൈവത്തോട്, ദൈവമേ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ഹല്ലേലൂയ എനിക്ക് ഒരു വിടുതലും കാണുന്നില്ല. ജാതികൾക്ക് ഹല്ലേലൂയ ഇത്രയും വലിയ വിടുതൽ കാണുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്കൊരു വിടുതലും കാണുന്നില്ല? ഹല്ലേലൂയ. ഓർക്കുക, നമ്മൾ എവിടെയൊക്കെ പ്രാർത്ഥന കുറഞ്ഞുപോയി, നാമും ദൈവവുമായുള്ള ബന്ധം എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയി, നാമും ആരാധനയുമായി എവിടെയൊക്കെ ബന്ധം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, 2024 നമ്മെ ജീവനോടെ ഈ സൂം പ്ലാറ്റ്ഫോമിന്റെ അകത്ത്, ഈ മീറ്റിംഗിന്റെ അകത്ത് നമ്മെ കൊണ്ടിരുത്തിയെങ്കിൽ ദൈവാത്മാവ് നമ്മോട് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, ഹല്ലേലൂയ, ഈ ഹല്ലേലൂയ 2024 ഈ സമയം നമ്മെ ജീവനോടെ നിർത്തിയത് കളിച്ച് ചിരിച്ച് സമയം പാഴാക്കുവാനല്ല. ഇന്ന് പകൽക്കാലം നാം ഒന്ന് ഉണർന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ നഷ്ടപ്പെട്ടു പോയ ആരാധന ജീവിതത്തെ, മങ്ങിപ്പോയ ആരാധനയെ, മങ്ങിപ്പോയ ശുശ്രൂഷകളെ തിരിച്ചു പിടിക്കേണ്ട ഒരു സമയമാണ് ഈ നിമിഷങ്ങൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയാം, അല്ലെങ്കിൽ ആ വചനം ഇങ്ങനെ പറയുന്നു, പണ്ടത്തെ തലമുറകൾ എന്ന പോലെ നാം ഒന്ന് ഉണരണം. ഹല്ലേലൂയ. നോക്കണേ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയാൽ, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ കഴിഞ്ഞ കാലം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കൃപാവരം ഉണ്ടായിരുന്നു, ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു, തീജ്വാല പോലെ ശുശ്രൂഷിച്ച ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ദർശനങ്ങളും വെളിപ്പാടുകളും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വ്യാഖ്യാനപരമുണ്ടായിരുന്നു. ഹല്ലേലൂയ. മണിക്കൂർ മുട്ടിന്മേൽ ഇരുന്ന് പ്രാർത്ഥിച്ച സമയമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പനും മക്കളും ഒരുമിച്ച് കരം കോർത്ത് പ്രാർത്ഥിച്ച ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ഇന്ന് നോക്കിയാൽ ഹല്ലേലൂയ പ്രാർത്ഥനയുമില്ല, ആരാധനയുമില്ല. ഹല്ലേലൂയ. ദൈവവുമായുള്ള ബന്ധം എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ദൈവവുമായി എവിടെയൊക്കെ അകലം സംഭവിച്ചു. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത് പോലെ, അകലം വിട്ടു പോകാതെ ഒരു പടിയും കൂടെ ചേർന്നിരിപ്പാൻ സാധിച്ചാൽ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ്, ഇന്ന് രാത്രി ആത്മാവ് നമ്മോട് പറയുന്നത്, ഹല്ലേലൂയ, അകലം വിട്ടു പോകാതെ ഈ ദിവസങ്ങൾ നീ മുട്ടിന്മേൽ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, മുഴങ്കാൽ മടക്കുവാൻ തയ്യാറായാൽ, കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, തലമുറകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ ദൈവദാസന്മാരെ, പ്രിയ ദൈവസഭയെ, നീ കണ്ണുനീര് ഒഴുക്കുന്ന വിഷയത്തിന് മറുപടി തരാത്ത ദൈവത്തെയല്ല, മറുപടി തരുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീര് കണ്ട് മറുകടക്കുന്ന ഒരു ദൈവത്തെയല്ല നാം ആരാധിക്കുന്നത്, നമ്മുടെ കണ്ണുനീർ കണ്ട് മറുപടി തരുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, പ്രത്യേകിച്ചും നാം തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ ദേശത്തിലെ തലമുറകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ന് വരെക്കാലം ഹല്ലേലൂയ അങ്ങനെ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, നാം ചില വാഗ്ദത്തമുള്ള തലമുറകൾ നിങ്ങളുടെ ഭവനത്തിൽ നിന്നും ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഓർക്കുക, ഇന്നും ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ച് പറയാം, ആവർത്തന വിരസത പാടില്ല എന്ന് ഹല്ലേലൂയ ബൈബിൾ കോളേജിലും ശുശ്രൂഷകന്മാരോട് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ആവർത്തിച്ച് പറയുന്നത് ഹല്ലേലൂയ, ഇത് ഒന്ന് നിങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. നോക്കാം, ഹല്ലേലൂയ, ഇന്ന് നമ്മുടെ ഭവനത്തിന്റെ അകത്ത് വാഗ്ദത്തമുള്ള തലമുറകളുണ്ട്. ഹല്ലേലൂയ. ഇന്നും ശുശ്രൂഷകർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട തലമുറകളുണ്ട്. പക്ഷെ പലതും മാറി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഏറ്റവും കൂടുതലും ഹല്ലേലൂയ, ഞാൻ ഈ വേദിയിൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറയാം. ഞാനൊരു ദൈവദാസന്റെ മകനായത് കൊണ്ടും കൂടെ പറയാം. ഹല്ലേലൂയ. ഇന്ന് ഏറ്റവും കൂടുതലും വഴി തെറ്റുന്നത് ബന്ധക്കോസ്ത് ഗോളത്തിലെ തലമുറകൾ. ഹല്ലേലൂയ. ഇന്ന് ഏത് സഭയും എടുത്തു നോക്കിയാലും ഇന്ന് സഭയിലെ തലമുറകൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. ഇന്ന് സഭയിൽ തലമുറകളില്ല, യൗവനക്കാരികളില്ല. ഹല്ലേലൂയ. സഭയുടെ ബ്ലഡ് എന്ന് പറഞ്ഞ തലമുറകൾ. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് ബ്ലഡ് ഇല്ല.
അലിയ സഭ തളർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, ദൈവസഭയ്ക്കകത്ത് കുടുംബങ്ങൾക്കകത്ത് ഒരു വിശ്വസ്തതയുള്ള തലമുറകൾ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. നോക്കണം, നെഹെമ്യാവിന്റെ പുസ്തകം വായിച്ചു നോക്കിയാൽ 1-ാം അധ്യായം നാം വായിച്ചു നോക്കുമ്പോൾ നോക്കണം, യെരൂശലേം മതിൽ തകർന്നു കിടക്കുകയാ. യെരൂശലേം മതിൽ തകർന്നു കിടക്കുക. നെഹെമ്യാ പ്രവചന പുസ്തകം 1-ാം അധ്യായം നാം വായിച്ചു നോക്കുമ്പോൾ യെരൂശലേം മതിൽ തകർന്നു കിടക്കുക. നോക്കണം, ജനത്തിന്റെ അവസ്ഥ കണ്ട്, മതിലിന്റെ തകർച്ച കണ്ട്, ജനത്തിന്റെ ആ സമാധാനം ഇല്ലാതെ ജനം നെട്ടോട്ടം ഓടി നടക്കുമ്പോൾ നോക്കണം, ഏത് സമയവും ശത്രു സൈന്യം അവർ തകർക്കുമെന്നും അങ്ങനെ തകർക്കുമെന്ന് അവർ അവലാതിപ്പെട്ടിരിക്കുമ്പോൾ തന്നെ നോക്കണം, നോക്കണം, അവിടെ 2-ാം അധ്യായം അല്ലെങ്കിൽ 1-ാം അധ്യായം അതിന്റെ അവസാന വാക്കുകൾ ഇങ്ങനെ പറയുന്നു, നെഹെമ്യാവ് ഈ ജനത്തിന്റെ അവസ്ഥ കണ്ട് കരയുവാൻ തുടങ്ങി. നോക്കണം, ആ വാക്കുകൾ നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമായതുകൊണ്ടാണ് ഞാൻ അത് ഓട്ടിച്ച് പറഞ്ഞു പോകുന്നത്. നോക്കണം, അവിടെ ഇങ്ങനെ വായിക്കുന്നു, ജനത്തിന്റെ അവസ്ഥ കണ്ട് ജനത്തിന്റെ അവസ്ഥ കണ്ട് നോക്കണം, നെഹെമ്യാവ് കരയുവാൻ തുടങ്ങി. എന്നാൽ 1-ാം അധ്യായത്തിൽ നെഹെമ്യാവ് കരഞ്ഞു. 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിനക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. ഞാൻ നിനക്ക് കാര്യം സാധിപ്പിച്ചു തരും, നിന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നോക്കണം, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കരയുന്ന മാതാപിതാക്കളോട് ദൈവദാസന്മാരോട്, ദൈവസഭയോട് ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ഇന്ന് രാത്രി നിങ്ങൾ കരയുവാൻ തയ്യാറായാൽ ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ സാധിപ്പിച്ചു തരുവാൻ പോകുകയാ. നീ കണ്ണുനീര് ഒഴുക്കിയ വിഷയത്തിന്റെ അകത്ത്, നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ അകത്ത്, നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ അകത്ത്, നിന്റെ പ്രതികൂലത്തിന്റെ നടുവില്, പ്രതിസന്ധിയുടെ നടുവില് ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ സാധിപ്പിച്ചു തരുവാൻ പോകുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് വൽക്കാലം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാ. എത്ര പേർ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്? എത്ര പേർ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്? ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കുവാൻ തയ്യാറാണ്? ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് പറയുന്നു, 1-ാമത്തെ മുന്നറിയിപ്പ്, നാം ഒന്ന് ഉണരണം. പ്രത്യേകിച്ച് ഞാൻ ഒന്നും കൂടെ പറയാലോ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം ശക്തമായി പ്രാർത്ഥിക്കണം. നോക്കണം, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കടന്നുകൊണ്ട് അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളുടെ തലമുറകളെ നോക്കി നിങ്ങൾ കരയുവിൻ. നിങ്ങൾ എന്നെ ചൊല്ലിയല്ല കരയേണ്ടത്, നിങ്ങളുടെ തലമുറകളെ നോക്കി കരയുവിൻ. അങ്ങനെ ദൈവത്തിന് അറിയാം, ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ തലമുറകൾ വഴിതെറ്റുമെന്നും തലമുറകൾ പാപത്തിലേക്ക് അടിമപ്പെട്ടു പോകുമെന്ന് അത് ദൈവത്തിനറിയാം. അതുകൊണ്ട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളുടെ തലമുറകളെ നോക്കി കരയുവിൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ മാതാവേ, പിതാവേ, തലമുറകളെ ശപിച്ച് പലരും മാറ്റി നിർത്തുമ്പോൾ അവന് പഠിക്കുവാൻ കഴിവില്ല, അവന് ഒന്നും ചെയ്യുവാൻ കഴിവില്ല എന്ന് പലരും പല തലമുറകളെ പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ നോക്കണം, ദാവീദിന്റെ മകനെ ഇശായിയുടെ മകനെ ഒന്നിനും കഴിവില്ല എന്ന് 8 മാറ്റി നിർത്തിയപ്പോൾ നോക്കണം, ശൗൽ പറഞ്ഞു, ഇവന് യുദ്ധം ചെയ്യുവാൻ പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരെ ദൈവം അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ഹല്ലേലൂയ, അവന് കഴിവില്ല, അവന് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ചില തലമുറകളെ ഇന്ന് വൽക്കാലം ദൈവാത്മ പറയുന്നു, ചില മാറ്റി നിർത്തിയ തലമുറകളെ ദൈവനാമത്തിന് പ്രയോജനമുള്ള ചിലതിനെ ഞാൻ മാറ്റുവാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ചില തലമുറകളെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് വൽക്കാലം ദൂത് വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ. നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാണോ? നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം നിങ്ങളുടെ തലമുറകളെ നോക്കിയ ഇന്ന് പകൽക്കാലം ഈ വചനത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ തലമുറകൾക്ക് വേണ്ടി ശക്തമായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. നോക്കണം, മറ്റൊരു അധ്യായം എടുത്തു നോക്കുമ്പോൾ നോക്കണം, അനേക തലമുറകൾ പഴയ നിയമത്തിൽ നാം നോക്കിയാൽ അനേക തലമുറകൾ നൈൽ നദിക്കകത്ത് മരിച്ചു വീണപ്പോൾ, നോക്കണം, അനേക തലമുറകൾ നൈൽ നദിക്കകത്ത് മരിച്ചു വീണപ്പോൾ, അനേക തലമുറകൾ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അനേക തലമുറകൾ നൈൽ നദിക്കകത്ത് ചത്തുപൊങ്ങിയപ്പോൾ നൈൽ നദിക്കകത്ത് ഒരുവനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ,
ദൈവ നിയോഗമുള്ള ദൈവിക വെളിപ്പാടുള്ള ഒരുവനെ ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് കാലം ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. ഒരു സൈഡിൽ ഒരു വശത്ത് അനേക തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ദൈവം ഒരു കൂട്ടം തലമുറകളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാം. ഒരു വശത്ത് അനേക തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അനേക തലമുറകൾ പാപത്തിന്റെ ചേറ്റിൽ കിടക്കുമ്പോൾ, മറുവശത്ത് വലിയ അനേക തലമുറകളെ പാപത്തിന്റെ ചേറ്റിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ ഒരു കൂട്ടം തലമുറയെ ദൈവം പുറത്തു കൊണ്ടുവരികയാ. അനേക പ്രാർത്ഥനാ വീരന്മാരെ, പ്രവാചകന്മാരെ, പ്രവാചികന്മാരെ, അപ്പോസ്തലന്മാരെ, ഇടയന്മാരെ, സത്യ ഉപദേശത്തിൽ നിലകൊള്ളുന്ന ഒരു കൂട്ടം തലമുറയെ ദൈവം ഉയർത്തിക്കൊണ്ടുവരികയാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, എന്റെ കൂട്ടത്തിൽ നശിച്ചു പോകുന്ന തലമുറയുടെ കൂട്ടത്തിൽ എന്റെ തലമുറ ആകുവാനല്ല, ഇന്ന് വേൽക്കാലം ദൈവത്തിന് പ്രയോജനമുള്ള ദൈവസഭയ്ക്കകത്ത് വിശ്വസ്തനായ കുടുംബത്തിനകത്ത് വിശ്വസ്തനായ ദൈവ ഭയമുള്ള ഒരു തലമുറയായി എന്റെ തലമുറയെ മാറ്റുവാൻ. ഹല്ലേലൂയ. ഇന്ന് വേൽക്കാലം ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് വേൽക്കാലം നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറായാൽ ഈ വചനത്തിന്റെ നിവർത്തീകരണം നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് ഈ വിടുതൽ നിങ്ങൾ കാണുവാൻ ഇടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വേൽക്കാലം ദൈവം പറയുന്നു, നാം ഒന്ന് ഉണരണം. ഇനിയുള്ള സമയങ്ങൾ മടിപിടിച്ചിരിക്കാതെ, ഇനിയുള്ള സമയങ്ങൾ പാഴാക്കി കളയാതെ. ഹല്ലേലൂയ. യെശയ്യാപ്രവചന പുസ്തകം 58-ാം അധ്യായം ഇങ്ങനെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഇനി അടങ്ങിയിരിക്കരുത്. ഹല്ലേലൂയ. കാഹളനാദത്തിന്റെ ശബ്ദം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ നമ്മുടെ പ്രാർത്ഥനയുടെയും നമ്മുടെ ആരാധനയുടെയും ശബ്ദം മുഴങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യം നിങ്ങൾക്ക് മനസ്സിലായോ? യെശയ്യാപ്രവചന പുസ്തകം 58-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അടങ്ങിയിരിക്കരുത്. അപ്പോൾ ദൈവാത്മാവ് വചനം ഹല്ലേലൂയ, ഇത് വെറും വാക്കുകളല്ല, വചനം അടിസ്ഥാന തെളിവോടുകൂടി പറയാം. ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറുകൾ നാം എന്ത് ചെയ്യരുത്? അടങ്ങിയിരിക്കരുത്. ഹല്ലേലൂയ. ഇന്നലെ വരെ നാം അടങ്ങിയിരുന്നു. ഇന്നലെ വരെ നാം ദൈവസന്നിധിയിൽ മൗനം പാലിച്ചു. ഹല്ലേലൂയ. ഇന്നലെ വരെ നാം ഹല്ലേലൂയ ഉറങ്ങിയിരുന്നു. ഒരു ആത്മീയ ഉറക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ദൈവമാത്മ പറയുന്നു, ഇനിയുള്ള ദിവസങ്ങൾ അടങ്ങിയിരിക്കരുത്. നിങ്ങൾക്ക് വിടുതൽ കാണണമെങ്കിൽ, നിങ്ങൾക്ക് വാഗ്ദത്തങ്ങളിലേക്ക് വാഗ്ദത്തങ്ങൾ പ്രാപിക്കണമെങ്കിൽ, വിടുതൽ കാണണമെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത് തലമുറയുടെ വിടുതലിന് വേണ്ടിയാണോ നിങ്ങൾ കരയുന്നത്? നിങ്ങളുടെ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടിയാണോ നിങ്ങൾ കരയുന്നത്? സഭയുടെ വിടുതലിന് വേണ്ടിയാണോ നിങ്ങൾ കരയുന്നത്? ഏതൊക്കെ വിഷയത്തിനാണോ നിങ്ങൾ കരയുന്നത്, പ്രാർത്ഥിക്കുന്നത്? അതിന്റെ അകത്തൊരു വിടുതൽ നിങ്ങൾ കാണണമെങ്കിൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, അടങ്ങിയിരിക്കരുത്. ഹല്ലേലൂയ, അടങ്ങിയിരിക്കരുത്. പിന്നെ എങ്ങനെയാ? അത് കാഹളനാദത്തിന്റെ ശബ്ദം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം, നമ്മുടെ ആരാധനയുടെ ശബ്ദം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭവനത്തിന്റെ അകത്ത് മുഴങ്ങണം. ഹല്ലേലൂയ. ഇന്ന് പല ഭവനങ്ങൾക്കകത്തും പ്രാർത്ഥനയുടെ ശബ്ദം മുഴങ്ങുന്നില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് കാലങ്ങളിൽ ഹല്ലേലൂയ ഒരു സന്ധ്യാസമയം ആവുമ്പോൾ പ്രാർത്ഥനയുടെ ശബ്ദം ഉയർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അത് ഉയരുന്നത് സീരിയലിന്റെ ശബ്ദവും ബിഗ് ബോസിന്റെ ശബ്ദമൊക്കെ ഉയരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോട് പറയാം, നമ്മുടെ ഭവനത്തിൽ ഉയരേണ്ടത് പ്രാർത്ഥനയുടെ ശബ്ദമാണ്. അങ്ങനെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയർന്നില്ലെങ്കിൽ നിന്റെ ഭവനത്തിന്റെ അകത്ത് പരാജയത്തിന്റെ ശബ്ദം ഉയരും, വെല്ലുവിളിയുടെ ശബ്ദം ഉയരും. ഇന്നും പല ഭവനങ്ങൾക്കകത്ത്, പല സഭകൾക്കകത്ത് ഇന്നും വെല്ലുവിളിയുടെ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പരാജയത്തിന്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുക, മരണ വെല്ലുവിളിയുടെ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പലകാലം ആ ശബ്ദങ്ങളെ മാറ്റിക്കൊണ്ട് ഇന്ന് പലകാലം ഒരു ജയത്തിന്റെ കൊടി നമ്മുടെ ഭവനത്തിലേക്ക് ഉയരണമെങ്കിൽ പരാജയത്തിന്റെ കൊടികൾ, മരണത്തിന്റെ കൊടികൾ, ഭീതിയുടെ കൊടികൾ, നിലവിളിയുടെ വെല്ലുവിളിയുടെ കൊടികൾ, അല്ലെങ്കിൽ പരിഹാസത്തിന്റെ കൊടികൾ, അല്ലെങ്കിൽ നിന്നയുടെ കൊടികൾ നമ്മുടെ ജീവിതത്തിൽ താഴണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം അത് ഉയർന്നുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ.
വചനം പറയുന്നു അവൻ നിസ്സി, ജയത്തിന്റെ കൊടിയാണ്. ജയത്തിന്റെ കൊടി നമ്മുടെ ഭവനത്തിൽ ഉയരണം. പരാജയത്തിന്റെ കൊടികൾ താഴ്ന്നിട്ട്, അലിയ ശൂന്യതയുടെ കൊടികൾ താഴ്ന്നിട്ട്, അലിയ കളി വാക്കുകളുടെ പരിഹാസത്തിന്റെയും ശാപവാക്കുകളുടെയും കൊടികൾ ഈ ദിവസങ്ങൾ നമ്മുടെ ഭവനത്തിൽ താഴണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ഭവനത്തിലും നമ്മുടെ സഭയിലും നമ്മുടെ ദേശത്തും നമ്മുടെ മിനിസ്ട്രിയിലും ഉയരേണ്ട പ്രാർത്ഥനയുടെ ശബ്ദമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, കാഹളനാഥത്തിന്റെ ശബ്ദം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും നമ്മുടെ സ്തോത്രവും സ്തുതിയും മുഴങ്ങുവാൻ തുടങ്ങുമ്പോൾ അതിന്റെ 6ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും, മുഖത്തിന്റെ അമ്മിക്കയറുകൾ അഴിഞ്ഞു മാറും, പീഡിതർ സ്വാതന്ത്ര്യം പ്രാപിക്കും, എല്ലാ നുകവും തകർന്നു പോകും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ മിനിസ്ട്രിയോട്, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട്, ദൈവസഭയോട്, ഇന്ന് പൽക്കാലം ശുശ്രൂഷകന്മാരോട് ദൈവാത്മാവ് ഇന്ന് പൽക്കാലം പറയുന്നു, നാം ദൈവത്തിൽ അടങ്ങിയിരിക്കാതെ ഒന്ന് ഉണരുവാൻ തയ്യാറായാൽ, ഒന്ന് പ്രാർത്ഥിച്ച് കയറി വരുവാൻ സാധിച്ചാൽ, ഒന്ന് ആരാധിച്ച് കയറി വരുവാൻ സാധിച്ചാൽ, 2 തിമോഥെയോസ് ലേഖനം ഇങ്ങനെ പറയുന്നു, എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരങ്ങളെ നീ ജ്വലിപ്പിച്ചു വരയണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നമ്മിലുള്ള കൃപാവരങ്ങൾ അത് അടക്കി വെക്കുവാനല്ല, അത് മറച്ചു വെക്കുവാനല്ല, പ്രതിസന്ധിയുടെ മുമ്പിലും പ്രതികൂലത്തിന്റെ മുമ്പിലും കുത്തുവാക്കുകളുടെ മുമ്പിലും മുറിവേൽക്കുന്ന വാക്കുകളുടെ മുമ്പിലും സാഹചര്യത്തിന്റെ മുമ്പിലും ഒളിച്ചു വയ്ക്കാതെ ഇന്ന് പൽക്കാലം നമ്മിലുള്ള കൃപാവരങ്ങൾ നാം പുറത്തു കൊണ്ടുവരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അടങ്ങിയിരിക്കരുത്. ഹല്ലേലൂയ. അങ്ങനെ അടങ്ങിയിരുന്നാൽ നിങ്ങൾ പ്രാർത്ഥിപ്പാൻ തയ്യാറായ ചില അന്യായമായ ബന്ധനങ്ങൾ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറകൾക്ക് നേരെ, സഭയ്ക്കു നേരെ കയറി വരുന്ന ചില അന്യായമായി കയറുന്ന ചില വാക്കുകൾ, ഹല്ലേലൂയ, ചില വാക്കുകൾ ദൈവാത്മ പറയുന്നു, ഞാൻ അതിനെ മാറ്റും. യെഹെസ്കേൽ പ്രവചന പുസ്തകം 12-ാം അധ്യായം, ഇസ്രായേൽ മക്കളുടെ നടുവിൽ അവരുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലു ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ 23-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഇസ്രായേൽ മക്കളുടെ നടുവിലുള്ള സകല പഴഞ്ചൊല്ലിനെയും ഞാൻ നിർത്തലാക്കുമെന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, മാതാപിതാക്കളോട്, ശുശ്രൂഷകന്മാരോട് ഇന്ന് പലക്കാലം നമ്മുടെ ജീവിതത്തിൽ വന്ന സകല വെല്ലുവിളികളെയും, സകല പരാജയത്തിന്റെ വാക്കുകളെയും, സകല നഷ്ടത്തിന്റെ ചില വാക്കുകളെ ഇന്ന് പലക്കാലം ദൈവം പറയുന്നു, സകല പഴഞ്ചൊല്ലുകളെയും ഞാൻ നിർത്തലാക്കുവാൻ പോകുകയാ. നിങ്ങളുടെ തലമുറകൾക്ക് നേരെ, നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് നേരെ, നിങ്ങളുടെ സഭയ്ക്ക് നേരെ കയറി വരുന്ന അന്യായമായി കയറി വരുന്ന ചില വാക്പോരുകളെ ഇന്ന് പകൽക്കാലം ഞാൻ നിർത്തലാക്കുമെന്ന്, ചില മേലെഴുത്തുകളെ ഞാൻ മായ്ച്ചു കളയുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറുകയാ. ഇന്ന് രാത്രി സ്വീകരിക്കുന്നവർ കരമടിച്ചൊന്ന് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞ ഒന്ന് ഏറ്റെടുത്താട്ടെ. ഇന്ന് രാത്രി ആ ദൂതിന്റെ നിവർത്തീകരണം നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത്, നിങ്ങളുടെ തലമുറകൾക്കകത്ത്, നിങ്ങളുടെ തലമുറ വിഷയത്തിന്റെ അകത്ത്, നിങ്ങളുടെ സഭയുടെ വിഷയത്തിന്റെ അകത്ത് ഈ വചനത്തിന്റെ നിവർത്തീകരണം സംഭവിക്കുകയാ. എത്ര പേര് സ്വീകരിക്കുവാൻ തയ്യാറാണ്? എത്ര പേർ സ്വീകരിക്കുവാൻ തയ്യാറാണ്? ഇന്ന് രാത്രി ഒരു മനുഷ്യന്റെ വാക്കിനല്ല നിങ്ങൾ വില കൊടുക്കേണ്ടത്, ദൈവത്തിന്റെ വാക്കിന് നിങ്ങൾ വില കൊടുക്കുവാൻ തയ്യാറായാൽ ഇന്ന് രാത്രി ഈ പറഞ്ഞ വാക്കുകൾ, ഈ പറഞ്ഞ വാക്യത്തിന്റെ വചനത്തിന്റെ നിവർത്തീകരണം നിങ്ങളുടെ സ്വന്തം കണ്ണാൽ കാണുകയും അത് നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഒന്ന്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, മുഖത്തിന്റെ അമ്മിക്കയറുകൾ അഴിച്ചു മാറ്റുക, പീഡിതരെ സ്വാതന്ത്ര്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇന്നും പാരമ്പര്യങ്ങൾക്കകത്ത് കിടക്കുന്ന ശാപങ്ങൾക്കകത്ത് കിടക്കുന്ന ചില തലമുറകൾ, പാരമ്പര്യ കെട്ടുകൾക്കകത്ത്, പാരമ്പര്യ മേഖലകൾക്കകത്ത് കിടക്കുന്ന ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുട്ട് നിറയപ്പെട്ട ഈ ദേശത്തിന്റെ അകത്ത്, ഈ സമൂഹത്തിന്റെ അകത്ത് ദൈവം പറയുന്നു, ഞാൻ ചില അതിനെ പുറത്തു കൊണ്ടുവരികയാണ്. വചനാടിസ്ഥാനത്തുള്ള പറയാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം നമുക്ക് സുപരിചിതമായ ഒരു അധ്യായമാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾ വായിക്കേണ്ട, ഞാൻ തന്നെ അത് വായിച്ചു വരാം. നോക്കണം, ആ 1-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു,
ആ കാലത്ത് ഹെരോദ രാജാവിന്റെ കാലഘട്ടത്തിൽ സഭയിലെ ചിലരെ പീഡിപ്പിക്കുവാൻ വേണ്ടി ഹെരോദ രാജാവ് കൈനീട്ടി. നോക്കണം, അന്ന് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമെന്ന് തോന്നി അവർ പത്രോസിനെ പിടിച്ചു. അന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയതുകൊണ്ട്, അഥവാ പെസഹ പെരുന്നാൾ ആയതുകൊണ്ട് അവനെ കൊല്ലുവാൻ സാധിക്കാതെ തലേ ദിവസം കൊല്ലണമെന്ന ആഗ്രഹത്തോടെ 4 സേവകന്മാർ നിയോഗിച്ച് അവനെ തടവിലാക്കി. നോക്കണം, അങ്ങനെ തടവിലാക്കി വന്നപ്പോൾ 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഓർക്കുക, അവർ എങ്ങനെ പ്രാർത്ഥിച്ചു എന്ന, അവർ ഒരുമിച്ച് സഭ ശ്രദ്ധയോടുകൂടി, സഭ സ്പ്ലിറ്റായി പ്രാർത്ഥിച്ചു എന്നല്ല പറഞ്ഞത്, അവർ വേർതിരിഞ്ഞ് പ്രാർത്ഥിച്ചു എന്നല്ല പറഞ്ഞത്, അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നോക്കണം, ആ കാലഘട്ടത്തിൽ എന്ത് നടക്കുകയാ? സഭ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ, ദൈവജനത്തെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഓർക്കുക, അങ്ങനെ ഒരു കാലഘട്ടത്തിലല്ലേ നാമും ജീവിക്കുന്നത്. ഇന്നും അനേക സഭകൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ലേ? അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുന്നില്ലേ? ഓർക്കുക, അങ്ങ് വടക്കേ ഇന്ത്യ പ്രദേശങ്ങൾ മാത്രമല്ല, ഇന്ന് ഈ കൊച്ചു കേരളത്തിലും നമ്മുടെ ചുറ്റുപാടിലും അനേക സഭകൾ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാ. ആരാധന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പലകാലം അത് നോക്കിയിരിക്കുവാനല്ല, വാർത്തകൾ കണ്ട് മെസ്സേജുകൾ കണ്ടിരിക്കുവാനല്ല, ദൈവമക്കൾ ഉണരേണ്ട സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഓർക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, വചനം ഇങ്ങനെ പറയുന്നു. നോക്കണം, അവന്റെ അവസാനത്തെ വാക്കുകൾ വായിക്കുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നോക്കണം, പത്രോസിനെ പിടിച്ചു എന്ന് അറിഞ്ഞത് മുതൽ നോക്കണം, സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവർ എങ്ങനെ പ്രാർത്ഥിച്ചു? ഒരുമിച്ച്. ഹല്ലേലൂയ. നോക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ കാണണമെങ്കിൽ, നമ്മുടെ സഭയിൽ ഒരു വിടുതൽ കാണണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഒരുമിച്ച് നിൽക്കണം. ഹല്ലേലൂയ. ഒന്നും കൂടി പറയാം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം. നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് ദൈവം ഒരു വാഗ്ദത്തം തന്നാൽ, ഭർത്താവിന് മാത്രം കാണാൻ വേണ്ടിയല്ല പറഞ്ഞത്, ഭാര്യയ്ക്ക് മാത്രം കാണാൻ വേണ്ടിയല്ല പറഞ്ഞത്, ഒരു കുടുംബത്തിനുള്ള ദൂത എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് മുഴുവനായി എല്ലാവരും കാണാൻ വേണ്ടിയുള്ള ദൂത. ഹല്ലേലൂയ. അപ്പോൾ ഒരു കുടുംബത്തിന് വ്യക്തിപരമായി പറഞ്ഞാൽ ഓക്കെ, ശരി, കുടുംബത്തോട് ദൈവം നമ്മോട് എന്തെങ്കിലും വാഗ്ദത്തം പറഞ്ഞാൽ അത് കുടുംബമായി കാണണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവസഭയോട് ദൈവം എന്തെങ്കിലും വാഗ്ദത്തം പറഞ്ഞാൽ അത് ദൈവസഭ ഒരുമിച്ച് കാണുവാൻ വേണ്ടിയാ. അപ്പോൾ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ അകത്ത് ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് നിൽക്കുവാൻ തയ്യാറായാൽ, നാം ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, നോക്കണം, അവിടെ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ ഇടയാകും. നോക്കണം, അവിടെ അവർ ഒരുമിച്ച് നിന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവർ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവർ മുഴങ്കാൽ മടക്കുവാൻ തുടങ്ങി. അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ 7-ാമത്തെ വാക്യം മുതൽ ദൈവത്തിന്റെ കരം കാരാഗൃഹത്തിൽ ചലിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളോട്, ദൈവദാസന്മാരോട് നാം ഇന്ന് രാത്രി മുഴങ്കാൽ മടക്കുവാൻ തയ്യാറായാൽ, നാം ഒരുമിച്ച് ഈ മാളിക മുറിക്കകത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ, ദേശത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇരുട്ട് മൂടപ്പെട്ട ദേശങ്ങൾക്കകത്ത് ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് അനേക തലമുറകൾ ഒരു രക്ഷപ്പെടുവാൻ കഴിയാതെ ഒരു അടിമത്തത്തിൽ കിടക്കുമ്പോൾ, ഒരു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ, ഒരു 4 ചുവരുകൾക്കകത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ ദൈവാത്മ പറയുന്നു, ഒരുമിച്ച് നാം പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, ദൈവസഭ ഒരുമിക്കുവാൻ തയ്യാറായാൽ, ഇന്ന് പലകാലം കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലതിനെ ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവാത്മാവ് പറഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളായിരിക്കുന്ന പട്ടണത്തിന്റെ അകത്ത്, നിങ്ങൾ ആക്കി വെച്ചിരുന്ന പട്ടണത്തിന്റെ അകത്ത് ദൈവാത്മാവ് ഇന്ന് പലകാലം വിളിച്ചു പറയുന്നു, നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേശങ്ങൾക്കകത്ത് ഇരുട്ട് മൂടപ്പെട്ട് കിടക്കുന്ന ചില പട്ടണങ്ങൾക്കകത്തുകൊണ്ട് ചില വാഗ്ദത്തമുള്ളതിനെ ഞാൻ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി നമ്മോട് കൈമാറുകയാ. ഇന്ന് രാത്രി ഇത് നിങ്ങൾക്ക് പ്രവചനമായി ഏറ്റെടുക്കാം, ദൂതായി ഏറ്റെടുക്കാം, ഒരു മുന്നറിയിപ്പായി ഏറ്റെടുക്കാം. ഇന്ന് രാത്രി ദൈവം നമ്മൾ വചനം വളരെ വ്യക്തമായി പറയുന്നു, ഇന്ന് രാത്രി അടയപ്പെട്ട വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കുവാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി കൈമാറുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കണം, 7-ാമത്തെ വാക്യം മുതൽ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ തുടങ്ങി. നോക്കണം, അവിടെ ഇങ്ങനെ വായിക്കുന്നു, കാരാഗൃഹത്തിന്റെ അറയ്ക്കകത്ത് ദൂതൻ ഇറങ്ങി.
അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇരുട്ട് മാറി വെളിച്ചം വന്നു. നോക്കണം, പത്രോസ് എവിടെയാ കിടക്കുന്നത്? ഒരു ഇരുട്ടുള്ള അറയ്ക്കകത്ത്. ഇന്നത്തെ പോലെ ലൈറ്റും സംവിധാനം ഒന്നുമില്ലാത്ത, മട്ടനും ചിക്കനും ഒന്നുമില്ലാത്ത ഒരു ജയിലറ. ഹല്ലേലൂയ. നോക്കണം, ഒരു ഇരുട്ട് മുറിക്കകത്ത് പത്രോസ് കിടക്കുകയാ. എന്റെ ഒരു ചിന്തയെ പറഞ്ഞാൽ, എന്റെ ഒരു ആശയം പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നും നമ്മുടെ സമൂഹം എന്തുകൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്നു? ഒരു ഇരുട്ട് കൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയാണ്. ഒരു സമൂഹം, ഒരു ജനത, അനേക തലമുറകൾ പാപം എന്ന ഇരുട്ടിലേക്ക് മൂടപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നാം ഏക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് രാത്രി ഇരുട്ട് മൂടപ്പെട്ട ദേശങ്ങൾക്കകത്ത്, ഇരുട്ട് മൂടപ്പെട്ട കുടുംബങ്ങൾക്കകത്ത്, ഇരുട്ട് മൂടപ്പെട്ട തലമുറകൾക്കകത്ത് ഒരു വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ, ദൈവത്തിന്റെ തേജസ് പ്രകാശിക്കണമെങ്കിൽ ഇന്ന് കാലം നാം ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നാം ഉണർന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ അത് ഏറ്റെടുക്കുവാൻ തയ്യാറാണ്? ഇന്ന് രാത്രി അവർ പ്രാർത്ഥിക്കുകയാ, അവർ ഉണരുകയാ. നോക്കണം, അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 7-ാമത്തെ വാക്യം മുതൽ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ തുടങ്ങി. കാരാഗൃഹത്തിന്റെ അറയ്ക്കകത്ത്, പത്രോസ് കിടക്കുന്ന ഇരുട്ടുള്ള അറയ്ക്കകത്ത് നോക്കണം, ദൂതൻ ഇറങ്ങി. നോക്കണം, ദൂതൻ ഇറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇരുട്ട് മാറി വെളിച്ചം വന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കുമ്പോഴും ചില ഇരുട്ടുള്ള മേഖലകൾ മാറുവാൻ പോകുകയാ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുവാൻ തയ്യാറാണ്? ചില ശൂന്യതകൾ മാറി, നിന്റെ ഭവനത്തിലെ ചില ശൂന്യതകൾ മാറി. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ചില ശൂന്യതകളെ ഞാൻ മാറ്റുവാൻ പോകുകയാ. നിന്റെ പടകിനെ ശൂന്യമാക്കുവാൻ നോക്കുന്ന പിശാചിന്റെ മേഖലകളെ തകർത്തുകൊണ്ട് നിന്റെ ഭാവിക്ക് നേരെ, നിന്റെ തലമുറയുടെ ഭാവിയെ ശൂന്യമാക്കുമെന്ന്, അവന് ശൂന്യതയാക്കുമെന്ന്, അവൻ തലമുറകളെ ശാപം പറഞ്ഞ് ചിലതിനെ മാറ്റി നിർത്തിയ ചില തലമുറകളെ ദൈവാത്മ പറയുന്നു, ഇന്ന് രാത്രി ഞാൻ പുറത്ത് കൊണ്ടുവരുവാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി കൈമാറുകയാ. ഹല്ലേലൂയ. ഓർക്കുക, ദൈവാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ഇന്ന് രാത്രി ചില ശൂന്യതകളെ ഞാൻ പണിയുവാൻ പോകുകയാ. 18 സ്ഥലത്തുള്ളത് പറയാ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അവിടെ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ദാവീദിന്റെ വീണ് പോയ കൂടാരത്തെ ഞാൻ പണിയുകയും അതിന്റെ ശൂന്യ ശിഷ്ടങ്ങളെ പണിത് ഞാൻ നിവർത്തിയാക്കുകയും അതിന്റെ അതിർവരമ്പുകളെ ഞാൻ നീക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ചില കുടുംബങ്ങൾക്കകത്ത് ഈ വചനത്തിന് നിവർത്തീകരണം സംഭവിക്കുകയാ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ശരിയാ, നിങ്ങൾ ആരാധിക്കുന്നുണ്ട് ശരിയാ, പക്ഷെ ഏതൊക്കെ മേഖലകളിൽ ഇന്നും ജീവിതം ഒരു തകർച്ചയിൽ കിടക്കുകയാ, ഇന്നും ജീവിതം ഒരു ശൂന്യതയ്ക്കകത്ത് കിടക്കുകയാ, ഒരു മരുഭൂമിക്കകത്ത് കിടക്കുകയാ. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പലപ്പോഴും രക്ഷപ്പെടുവാൻ കഴിയാതെ, ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പോലും അറിയാതെ, ഇനി എന്റെ തലമുറയുടെ ഭാവി, എന്റെ തലമുറയുടെ വിദ്യാഭ്യാസം എന്ത് ആകണമെന്ന് പോലും അറിയാതെ, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ഇനി എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ, നിന്നെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവർ, നിന്നെ കൂടെ അലി നിൽക്കാമെന്ന് പറഞ്ഞ പലരും നിന്നെ വിട്ട് മാറി നിൽക്കുമ്പോൾ ഒരു സഹായമില്ലാതെ ഇന്ന് രാത്രി മീരാ മനോജ് എന്ന് പറഞ്ഞ പ്രിയ ഡിവോഴ്സിനോട് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക, പ്രിയ മാതാവേ, ദൈവാത്മാവ് പറയുന്നു, ഇന്ന് അനുഭവിക്കുന്ന ശൂന്യതയുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു പുതുവഴി ദൈവം തുറക്കുവാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി കൈമാറുകയാ. ഇന്ന് അനുഭവിക്കുന്ന ചില മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്നും ഒരു വചന വെളിപ്പാട് കൈമാറാം. നോക്കണം, യെശയ്യാപ്രവചന പുസ്തകം 19-ാം അധ്യായം അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് ഞാൻ ഒരു നദിയും ഉണ്ടാക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയ കുടുംബത്തോട് ദൈവാത്മ പറയുന്നു, ഇന്നും ഒരു ശൂന്യതയുടെ നടുവിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നേ. എല്ലാവരും നോക്കുമ്പോൾ സകലതുമുണ്ട്, നല്ലൊരു ജീവിതമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ഇന്നും ജീവിതം ഒരു സീറോയ്ക്കകത്താ. ഒന്ന് കയറി വരുവാൻ പോലും കഴിയാതെ,
ഒന്ന് പ്രാർത്ഥിച്ച് കയറി വരുവാൻ പോലും കഴിയാതെ ഒന്ന് മാറി ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ കൊണ്ടിട്ട് പ്രശ്നങ്ങൾ ആഞ്ഞടിച്ച് തകരുമെന്ന് പലപ്പോഴും തോന്നി. ഇതാ ഇന്ന് രാത്രി ദൈവം പറയുന്നു, നോഹയുടെ പെട്ടകത്തെ ആരാരത്തിലേക്ക് കൊണ്ട് ഉറപ്പിച്ചതുപോലെ ഇന്ന് രാത്രി പ്രിയ കുടുംബത്തോട് ദൈവാത്മ പറയുന്നു, നിന്റെ കുടുംബത്തെ ഞാൻ ഒരു ആരാരത്തിലേക്ക് ഉറപ്പിക്കുവാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി കൈമാറുകയാ. ശതരകടകസ്യന്തര ഇന്ന് രാത്രി ഏറ്റെടുക്ക്. നിന്റെ കുടുംബം തകരുമെന്ന് പലപ്പോഴും പലരും നിന്നെ നോക്കി പറഞ്ഞു, മുറിവേൽക്കുന്ന വാക്കുകൾ പറഞ്ഞു. പലപ്പോഴും ഒന്ന് കയറി വരുവാൻ പോലും കഴിയാതെ, ഒന്ന് പ്രാർത്ഥിച്ച് കയറി വരുവാൻ പോലും കഴിയാതെ ജീവിതത്തിന്റെ അകത്ത് ദൈവം അല്ലെങ്കിൽ കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്, ശുശ്രൂഷകൾ തന്നിട്ടുണ്ട്. പക്ഷെ ദൈവം തന്ന കൃപാവരങ്ങൾ പോലും ജ്വലിപ്പിച്ച് വരുവാൻ പോലും കഴിയാതെ ജീവിതത്തെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ചില മുറിവേൽക്കുന്ന വാക്കുകൾ. യെസ്, ദൈവാത്മാവ് വളരെ വ്യക്തമായി കുടുംബത്തോട് പറയുന്നു, ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന വേദനകൾ മറ്റാർക്കും അറിഞ്ഞുടെങ്കിൽ പോലും ദൈവം പറയുന്നു, നിന്റെ അവസ്ഥ ഞാൻ കാണുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ കാണുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം പറഞ്ഞതുപോലെ നിന്റെ കണ്ണിലെ കണ്ണുനീർ ഞാൻ തുടച്ചു മാറ്റുന്ന ദിവസങ്ങളാ. ഓ ശതരകടകസ്യന്തര പ്രിയ മാതാവിനോട്, പ്രിയ കുടുംബത്തോട് ദൈവാത്മ പറയുന്നു, ഇന്ന് രാത്രി പ്രിയ മാതാവേ, കണ്ണുനീരൊഴുക്കുന്ന വിഷയത്തിന്റെ അകത്ത് ഞാൻ ചില മറുപടികൾ തരുവാൻ പോകുകയാ. അത് വിദൂരമല്ല എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി പ്രിയ കുടുംബത്തോട് ഈ വചനത്തിന്റെ അകത്ത് കൊണ്ട് ദൂത് കൈമാറുകയാ. ഏറ്റെടുക്കുവാൻ കഴിയുമോ? ഇന്ന് രാത്രി ഏറ്റെടുക്കുവാൻ കഴിഞ്ഞാൽ, ഏറ്റെടുത്താൽ മാത്രം പോരാ, ഇന്ന് രാത്രി അതിനു വേണ്ടി ചില ക്രമീകരണങ്ങൾ നടത്തുവാൻ കഴിഞ്ഞാൽ, ഭവനത്തിന്റെ അകത്തൊരു ചെറിയ ക്രമീകരണങ്ങൾ വേണം. ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ ഒന്ന് ആക്കം കൂട്ടുവാൻ സാധിച്ചാൽ, അത് ഒന്ന് പ്രാർത്ഥനയിൽ ഒന്ന് കയറി വരുവാൻ സാധിച്ചാൽ, ഒന്ന് ആരാധനയ്ക്കകത്തൊന്ന് കയറി വരുവാൻ സാധിച്ചാൽ, ഇന്ന് രാത്രി ദൈവം പറയുന്നു, ചില സാക്ഷ്യങ്ങൾ, പുതിയൊരു സാക്ഷ്യം ഞാൻ നിനക്ക് തരുവാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി പ്രിയ കുടുംബത്തോട് ദൈവാത്മാവ് കൈമാറുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നോക്കണം, അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇരുട്ടുള്ള മുറിക്കകത്ത്, അറയ്ക്കകത്ത് ദൂതൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? വെളിച്ചം വന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ഭവനത്തിന്റെ അകത്ത് എന്ത് വരണം? വെളിച്ചം വരണം. ഹല്ലേലൂയ. യെശയ്യാപ്രവചന പുസ്തകം 60-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശത്തിന്റെ മേൽ വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഓർക്കുക, പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ തലമുറകളെ കുറിച്ച് നമുക്കൊരു ആഗ്രഹമുണ്ടല്ലേ? ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ എന്താകണമെന്ന് നമുക്ക് നമ്മുടെ തലമുറയെ കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അവന് ഏത് നിലയിൽ എത്തണമെന്നും അവന് ഏത് വിദ്യാഭ്യാസം കൊടുക്കണമെന്നും നമുക്കൊരാഗ്രഹമുണ്ട്. എന്നാൽ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുടുംബം ശോഭിക്കണം, നമ്മുടെ തലമുറ ശോഭിക്കണം, നിന്റെ സഭ ശോഭിക്കണം. അങ്ങനെ ശോഭിക്കണമെങ്കിൽ, അങ്ങനെ പ്രകാശിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം ഒന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. നോക്കണം, ഇന്ന് രാത്രി ദൈവത്തോട് പറ, ദൈവമേ, എനിക്ക് എന്റെ കുടുംബം ശോഭിക്കണം, എന്റെ തലമുറ ശോഭിക്കണം. അങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പല തടസ്സങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ഇന്ന് പലകാലം തടസ്സങ്ങൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, ഇന്ന് രാത്രി നിങ്ങളൊന്ന് ഉണരുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, നിങ്ങൾ മുഴങ്കാൽ മടക്കുവാൻ തയ്യാറായാൽ, ദൈവിക പ്രകാശം നിങ്ങളുടെ ഭവനത്തിലേക്ക് അത് വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പലകാലം നാം എന്ത് ചെയ്യണം? നാം ഒന്ന് ഉണരണം. ഹല്ലേലൂയ. നാം ഒന്ന് ഉണർന്നേ പറ്റൂ. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ഉണർവെന്ന് പറയുന്നുണ്ട്. ആദ്യം ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ വിമർശിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയാം. ഹല്ലേലൂയ. ആദ്യം ഉണർവ് വേണ്ടത് നമ്മുടെ ഭവനത്തിലാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദേശത്തിലല്ല ആദ്യം ഉണർവ് വേണ്ടത്, നമ്മുടെ ഭവനത്തിൽ ആദ്യം വേണം. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിൽ ഉണർവില്ലാതെ നമ്മൾ ദേശത്തിന് വേണ്ടി ഉണർവിനെ പ്രാർത്ഥിച്ചാൽ ഒരു വിടുതലും നടക്കത്തില്ല. ആദ്യം നമ്മുടെ ഭവനത്തിന് ഒരു ഉണർവുണ്ടാകണം. ആദ്യം നമ്മുടെ ഭവനത്തിന്റെ അകത്ത് ഒരു വിടുതൽ ഉണ്ടാകണം. ആദ്യം നമ്മുടെ ഭവനത്തിനകത്ത് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. നമ്മുടെ ആലയത്തിന്റെ അകത്ത് ഒരു ഉണർവുണ്ടാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാം, അല്ലെങ്കിൽ വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം. എന്നാൽ ദൈവം തന്ന കാഴ്ചപ്പാടിൽ ഞാൻ പറയുക, ആദ്യം നമ്മുടെ ഭവനത്തിലും സഭയ്ക്കകത്ത് ഒരു ഉണർവുണ്ടാകണം. ഹല്ലേലൂയ. ഈ ഉണർവുണ്ടായാൽ
നമ്മുടെ അലുയ ഈ പ്രകാശത്തിലേക്ക് നമ്മുടെ കുടുംബം ശോഭിക്കുവാൻ തുടങ്ങുമ്പോൾ ഈ പ്രകാശത്തിലേക്ക് ചുറ്റുപാടുള്ളവരും പ്രകാശിക്കുവാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഭവനത്തിനകത്ത് ഈ പ്രകാശം വരിക്കുമ്പോൾ ചിലത് വന്നു കൂടും. അലുയ ചിലത് വന്നു കൂടും. അലുയ നോക്കണം, ഈ ഒരു മെഴുകുതിരി പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രാണികൾ വന്ന് കൂടും പോലെ അലുയ വെളിച്ചത്തിലേക്ക് വന്നതുപോലെ ചില നമ്മുടെ ഭവനത്തിന്റെ അടുക്കൽ വരും. എന്ന് പറഞ്ഞാൽ ചിതറിപ്പോയത് പിന്മാറിപ്പോയത് ചിലത് നമ്മുടെ അടുക്കൽ കൊണ്ടെത്തിക്കും. അലുയ നഷ്ടപ്പെട്ടു പോയത്, പരാജയപ്പെട്ടു പോയെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഹല്ലേലൂയ ദൈവം കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ നോക്കണം, ഹല്ലേലൂയ അവിടെ ഇങ്ങനെ വായിക്കുന്നു, കാരാഗൃഹത്തിന്റെ അറയ്ക്കകത്ത് ദൂതൻ ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, നാം പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മുടെ വിഷയത്തിന്റെ അകത്തും ദൂതൻ ഇറങ്ങി. ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ഇതൊരു വെറും വാക്ക് പറയുവാനല്ല, സമയം പോകുവാൻ വേണ്ടി പറയുന്നതല്ല. ദൈവാത്മാവ് നമ്മോട് പറയുന്നു, ഇന്ന് രാത്രി നമ്മുടെ വിഷയത്തിന്റെ അകത്ത് ദൂതൻ ഇറങ്ങണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം ഉണർന്ന് പ്രാർത്ഥിക്കണം. നാം ഉണരാതെ, നാം പ്രാർത്ഥിക്കാതെ, നാം ആരാധിക്കാതെ ഒരു ദൂതനും ഇറങ്ങത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. കൊലോസ്യർക്ക് ലേഖനം 10-ാം അധ്യായത്തിൽ നാം പഠിച്ചു നോക്കിയാൽ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ഹല്ലേലൂയ നോക്കണ പത്രോസിനെ കൊണ്ടുവന്ന് നീ വചനം കേട്ടാൽ നീ രക്ഷപ്പെടുമെന്ന ഹല്ലേലൂയ കൊർന്നല്യോസിന്റെ ഭവനത്തോട് ദൈവം പറഞ്ഞ ദൂത്. ഹല്ലേലൂയ നോക്കണം, അങ്ങനെ ഹല്ലേലൂയ അവിടെ ആ വാക്യങ്ങളെല്ലാം വായിച്ചു വരുമ്പോൾ നോക്കണം, അതിന്റെ 10-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ, അതിന്റെ 3-ാമത്തെ വാക്യം എന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ നോക്കണം, പകൽ ഏകദേശം 9 മണി നേരത്ത് കൊർന്നല്യോസ് ഒരു സ്വപ്നം കാണുകയാ. ഹല്ലേലൂയ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ദർശനത്തിൽ ദൂതൻ അവന്റെ ഭവനത്തിന്റെ അകത്തു കയറിയതായി അവൻ സ്പഷ്ടമായി കണ്ടു. നോക്കണം, 10-ാം അധ്യായം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, പകൽ 9 മണി നേരത്ത് ദർശനത്തിൽ ഒരു കാഴ്ച കാണുകയാ. കാഴ്ച എന്താണ്? നോക്കണം, ഒരു ദൂതൻ അവന്റെ അകത്തു കയറി വരുന്നതായി അവൻ സ്പഷ്ടമായി കണ്ടു. അകത്തെന്ന് പറഞ്ഞാൽ അവന്റെ ഭവനത്തിന്റെ അകത്തു കയറുന്നതായി അവൻ സ്പഷ്ടമായി കണ്ടു. അല്ലെങ്കിൽ അതിന് മുമ്പുള്ള വാക്യങ്ങൾ നാം പഠിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ കൊർന്നല്യോസിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയുള്ള ഭവനമാണ്. ഹല്ലേലൂയ നോക്കണം, കൊർന്നല്യോസിനെ പറ്റി ചരിത്രം പഠിക്കുമ്പോൾ അവൻ ഭക്തനാണ്, അവന്റെ കുടുംബം ദൈവത്തെ ഭയപ്പെടുന്ന കുടുംബമാണ്, പ്രാർത്ഥനയുള്ള കുടുംബമാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാ ഈ വാക്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഹല്ലേലൂയ പ്രാർത്ഥനയുള്ള വീട്ടിലെ ആരിറങ്ങത്തുള്ളൂ? ദൂതൻ ഇറങ്ങത്തുള്ളൂ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവ സാന്നിധ്യമുള്ളിടത്തെ ദൂതൻ ഇറങ്ങത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ വിഷയത്തിന്റെ അകത്ത് ദൂതൻ ഇറങ്ങണമെങ്കിൽ നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് ദൂതൻ ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഭവനത്തിന്റെ അകത്ത് ഒരു പ്രാർത്ഥന ഉണ്ടാകണം. നമ്മുടെ ഭവനത്തിന്റെ അകത്ത് ഒരു വിടുതൽ ഉണ്ടാകണം. എന്ത് ചെയ്യണം? നമ്മുടെ ഭവനത്തിന്റെ അകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടാകണം. ഹല്ലേലൂയ നോക്കണം, അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ നോക്കണം, ദൂതൻ ഇറങ്ങി അവിടെ ഇങ്ങനെ വായിക്കുന്നു, ദൂതൻ ഇറങ്ങി ഹല്ലേലൂയ പത്രോസിന്റെ ദേഹത്ത് തട്ടിയിട്ട്, പത്രോസ് ഹല്ലേലൂയ നീ എഴുന്നേൽക്ക. ഒന്ന് അവൻ പറഞ്ഞത് എഴുന്നേൽക്ക. അവിടെ 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന് പത്രോസിനോട് പറയാ, പത്രോസേ നീ എഴുന്നേൽക്ക. 2 അവൻ ഉണർന്നു. ഹല്ലേലൂയ രണ്ട് കാര്യങ്ങൾ പറയുക. നോക്കണം, ഒന്ന് പത്രോസിനോട് ദൈവം പറയുന്നു എഴുന്നേൽക്ക. അതുകൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞ വചനം ഇങ്ങനെ ഒന്നും കൂടെ പറയാം, എഴുന്നേറ്റ് പ്രകാശിക്ക. ഹല്ലേലൂയ ഒന്നും കൂടി പറയാം, നാം എഴുന്നേറ്റാൽ മാത്രമേ നമുക്കൊരു വിടുതൽ സംഭവിക്കത്തുള്ളൂ. എന്നും ഇരിക്കുന്നിടത്ത് ഇരിക്കുവാനല്ല നാം ആഗ്രഹിക്കേണ്ടത്. എന്നും ഒരേ പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും ശൂന്യതയുടെ നടുവിൽ ഇരിക്കുവാനല്ല നാം ആഗ്രഹിക്കേണ്ടത്. ഇതിനകത്ത് എനിക്കൊരു എഴുന്നേൽപ്പുണ്ടാകണം. ഹല്ലേലൂയ ഇന്ന് രാത്രി എന്റെ ശുശ്രൂഷയ്ക്കകത്തൊരു എഴുന്നേൽപ്പുണ്ടാകണം. എന്റെ ആരാധനയ്ക്കകത്തൊരു എഴുന്നേൽപ്പുണ്ടാകണം. എന്റെ ആത്മീയ ജീവിതത്തിൽ ഒരു എഴുന്നേൽപ്പുണ്ടാകണം. ഇന്ന് രാത്രി നിങ്ങൾക്ക് എത്ര പേർ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്? നിങ്ങൾ എഴുന്നേറ്റാൽ മാത്രമേ വിടുതൽ നടക്കത്തുള്ളൂ. ഒന്ന്, പത്രോസേ നീ എഴുന്നേൽക്ക. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയാം, ഹല്ലേലൂയ നാം എഴുന്നേൽക്കേണ്ട സമയം അടുത്തു. ഹല്ലേലൂയ നാം ആരെ നോക്കി എഴുന്നേൽക്കണം? ദൈവത്തെ നോക്കി എഴുന്നേൽക്കണം. ഹല്ലേലൂയ നാം ദൈവത്തെ നോക്കി എഴുന്നേൽക്കുക. ലോകത്തെ നോക്കിയോ പ്രതിസന്ധിയെ നോക്കി എഴുന്നേൽക്കുവാനല്ല, ദൈവത്തെ നോക്കി എഴുന്നേൽക്കുക. 2,
പത്രോസിനോട് പറഞ്ഞു, ഹല്ലേലൂയ, എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ വേഗം ഉണർന്നു. 2, എഴുന്നേറ്റാൽ മാത്രം പോരാ, നാം ഉണരണം. ഹല്ലേലൂയ. അതിന്റെ യെശയ്യാപ്രവചന പുസ്തകം 52-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 1-ാമത്തെ വാക്യം. ഇത്ര നേരം നിങ്ങൾ ഒന്നും വായിക്കാതിരിക്കുമ്പോൾ എനിക്ക് സങ്കടമാകുന്നു. ഹല്ലേലൂയ, ഞാൻ തന്നെ പറഞ്ഞു പോകുക. ഹല്ലേലൂയ. യെശയ്യാപ്രവചന പുസ്തകം 52-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. വിശുദ്ധ നഗരമായ യെരൂശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. ഇനിമേൽ ആവർത്തിച്ച് ദൈവാത്മാവ് നമ്മോട് പറഞ്ഞൊരു വാക്ക്, സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം നീ ധരിച്ചുകൊള്ളുക. വിശുദ്ധ നഗരമായ യെരൂശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം നീ ധരിച്ചുകൊള്ളുക. നോക്കണം, ഒന്നും കൂടി ദൈവം നമ്മോട് ആവർത്തിച്ച് പറയുകയാ, ദൈവസഭ ഉണരുക. പത്രോസിന് നോക്കൂ, ഉണർന്നപ്പോൾ അവൻ ഉണർന്നപ്പോൾ അവന്റെ കയ്യിലുള്ള ചങ്ങലകൾ അടിഞ്ഞു മാറിയതായി അവൻ കണ്ടു. നോക്കണം, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നാം ഉണരുവാൻ തയ്യാറായാൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന ചില പ്രതികൂലങ്ങൾ അഴിഞ്ഞു മാറുന്നതായി നാം കാണും. ഹല്ലേലൂയ. ഇന്നും നമുക്ക് ചുറ്റും പ്രതികൂലമുണ്ട്, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. അത് ആരാധിപ്പാൻ കഴിയാതെ നമ്മുടെ ശരീരത്തിൽ വലിഞ്ഞു മുറുക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ഇന്ന് രാത്രി അത് മാറണമെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രി ഒരൊറ്റ വഴിയേ ഉള്ളൂ, നാം ഒന്ന് ഉണർന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒന്നും കൂടി ഞാൻ ആവർത്തിച്ച് പറയാം, എന്റെ ദൈവമക്കളോട് പറയാം, രാത്രിയാമങ്ങളിൽ നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, ഇന്ന് രാത്രി അതിൻ്റെ അകത്ത് ഒരു വിടുതലുണ്ട് എന്ന് ദൈവാത്മാവ് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാ. ഹല്ലേലൂയ. അങ്ങനെ നോക്കണം, പത്രോസ് ഉണർന്നപ്പോൾ അവന്റെ കൈമേലുള്ള ചങ്ങലകൾ അഴിഞ്ഞു മാറി. 10-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, 1-ാം കാവലും 2-ാം കാവലും കടന്ന സ്വതവേ പുറത്ത് ഒരു ഇരുമ്പ് വാതിലുണ്ടായിരുന്നു, അത് അവൻ സ്വതവേ തുറന്നു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി ഞാൻ ആവർത്തിച്ച് പറയാം, നമുക്ക് മുമ്പിൽ അടയപ്പെട്ട ചില വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം പറയുന്നു, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തിയെ അറിയുന്നു, നിനക്ക് മുമ്പിൽ ഒരു വാതിൽ തുറക്കുന്നു എന്നല്ല, തുറന്നു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓർക്കുക, നമുക്ക് വേണ്ടി ഒരു വാൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കണം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അതിന്റെ ആശയം ഞാൻ ഇങ്ങനെ പറയാം, ദൈവം നമ്മുടെ അവസ്ഥ കാണുകയാണ്. നമ്മുടെ അവസ്ഥ മറ്റാർക്കും അറിഞ്ഞൂടെങ്കിൽ പോലും, ലോകത്തിലുള്ളവർക്ക് അറിഞ്ഞൂടെങ്കിൽ പോലും, നാട്ടുകാർക്കും വീട്ടുകാർക്കും സ്നേഹിതന്മാർക്കും കൂടെ നിൽക്കുന്നവർക്ക് പോലും നമ്മുടെ അവസ്ഥ അറിഞ്ഞൂടെങ്കിൽ പോലും ദൈവം പറയുന്നു, ഞാൻ നിന്റെ അവസ്ഥ അറിയുന്നു. നീ ദൈവത്തിന് വേണ്ടി ഓടുന്നതും അധ്വാനിക്കുന്നതും എല്ലാം ഞാൻ കാണുന്നുണ്ട്. ദൈവനാമത്തിന് വേണ്ടി നീ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഒരു വാൽ തുറന്നു വെച്ചിരിക്കുകയാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, ദൈവം നമുക്ക് വേണ്ടി ഒരു വാൽ തുറന്നു വെച്ചിരിക്കുക. തുറക്കുന്നു എന്നല്ല, തുറന്നു വെച്ചിരിക്കുകയാ. ഓൾറെഡി ദൈവം നമുക്ക് വേണ്ടി ഒരു വാൽ തുറന്നു വെച്ചിരിക്കുകയാ. വാഗ്ദത്തത്തിന്റെ വാതിൽ, കൃപയുടെ വാതിൽ. നോക്കണം, ഇത് പണത്തിന്റെ വാതിലല്ല, ഇത് പദവിയുടെ വാതിലല്ല, ഇത് ആഡംബര ജീവിതത്തിന്റെ വാതിലല്ല. ഹല്ലേലൂയ. ഇത് കൃപയുടെ വാതിലാണ്. ഹല്ലേലൂയ. ഇത് ശുശ്രൂഷയുടെ വാതിലാണ്, ഇത് അഭിഷേകത്തിന്റെ വാതിലാണ്. ഇത് ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഈ വാതിൽ കടക്കുവാൻ നിങ്ങൾ തയ്യാറായ, ഇന്ന് പൽക്കാലം നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിനക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ച്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ഈ വാതിൽ കാണുന്നില്ല. നമ്മൾ തുറക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ദൈവം ഓൾറെഡി നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാ. പലപ്പോഴും നമ്മൾ അത് കാണുന്നില്ല. ഇന്ന് രാത്രി നമ്മൾ അത് കാണുവാനും അതിനകത്ത് പ്രവേശിക്കുവാൻ സാധിച്ചാൽ, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞെങ്കിൽ, അലിയ നിന്റെ കുടുംബമായി ദൈവം അലിയ ആ കുടുംബം അലിയ നിങ്ങൾ ആ വാൽ കടക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും നിങ്ങൾ അറിയാത്ത മേഖലകളിൽ ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കണം, അടുത്ത 12 വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹൂദ ജനത്തിന്റെ പ്രതീക്ഷയിൽ നിന്നും ഹെരോദ രാജന്റെ സകല പ്രതീക്ഷയിൽ നിന്നും പത്രോസിനെ ദൈവം വിടിവിച്ചു. നോക്കണം, ഹെരോദ രാജാവിന്റെ ലക്ഷ്യം എന്താ? ദൈവസഭയെ തകർക്കുക,
ദൈവസഭയെ തകർക്കുക, ദൈവസഭയെ ദേശത്തു നിന്നും തുടച്ചു മാറ്റുക, ദൈവമക്കളെ കൊല്ലുക. ഇതാ ഹെരോദ രാജാവിന്റെ ഭരണത്തിന്റെ ഒറ്റ ലക്ഷ്യം. അതേ ഒരു അവസ്ഥയിലല്ലേ നാമും ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അനേക സഭകൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഭകൾ തുടച്ചു മാറ്റണമെന്ന് ഭരണാധികാരികൾ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഹെരോദ രാജാവിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും പത്രോസിനെയും ദൈവസഭയും വിടുവിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ദൈവസഭയെ തകർക്കുവാൻ നീ എത്ര പ്ലാനുകൾ പദ്ധതികളും ആവിഷ്കാരം ചെയ്താലും, എത്ര കൂട്ടം കൂടി ആലോചിച്ചാലും, ദൈവം പറയുന്നു, ദൈവസഭയെ ഞാൻ പണിയും. പാതാള ഗോപുരമോ അതിനെ തകർക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പലക്കാലം ദൈവമക്കളോട് പറയാം, സഭ പണിതല്ല മനുഷ്യരല്ല, ദൈവമ്മ. അത് എത്ര പൈശാചിക മേഖലകൾ തകർക്കുവാൻ നോക്കിയാലും, വെല്ലുവിളിക്കുവാൻ നോക്കിയാലും ഇന്ന് രാത്രി അത് തകർത്തില്ല. ദൈവം അതിനെ പണിയും. ഒരു വശത്ത് അനേക സഭകൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് അനേക സഭകൾ നമ്മുടെ ഭവനത്തിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കണം, ഒന്ന് കൊറോണ കാലം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് ആരാധിപ്പാൻ പോലും കഴിയാത്തൊരു സമയം. നമ്മൾ പള്ളിയിൽ പോയി ആരാധിക്കൂ എന്ന് പറഞ്ഞ ചില കൂട്ടരുണ്ട്. എന്നാൽ അവര് അതുപോലും ഇല്ലാത്തൊരു കാലഘട്ടം, സമയം. അല്ലെങ്കിൽ പള്ളി പോലും ആരാധിക്കാതെ ഭവനം എന്ന ഒരു ആരാധനാലയം തുടങ്ങിയെങ്കിൽ, ഭവനത്തിന്റെ അകത്ത് ഒരു ആരാധനാലയം തുടങ്ങിയെങ്കിൽ ഇന്ന് പലകാലം പിശാച് സഭ പൂട്ടിയാലും ഭവനത്തിന്റെ അകത്ത് ആരാധനയുടെ ശബ്ദം മുഴങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കണം, കൊറോണ കാലഘട്ടത്തിൽ അനേക തലമുറകൾ ശുശ്രൂഷകൾക്ക് വേണ്ടി പുറത്തു വന്നെങ്കിൽ, ഹല്ലേലൂയ, ഒന്നും കൂടി ഞാൻ ആവർത്തിച്ച് പറയാം, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എത്ര ആഞ്ഞടിച്ചാലും, എത്ര വെല്ലുവിളികൾ വന്നാലും ഇന്ന് പലക്കാലം ദൈവം ചില ശുശ്രൂഷകന്മാരെ ദൈവം പുറത്തു കൊണ്ടുവരും. തലമുറകളെ പുറത്തു കൊണ്ടുവരും. വാക്തത്വമുള്ളവരെ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവാത്മാവ് നമ്മോട് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. നോക്കണം, ഇന്ന് രാത്രി പറയുന്നു, ഹെരോദ രാജാവിനെ യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും ദൈവജനത്തിനെ വിടുവിച്ചുവെങ്കിൽ, നോക്കണം, പത്രോസിനെ മാത്രമല്ല വിടുവിച്ചത്, ദൈവസഭയെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ചില പ്രതീക്ഷകൾ തകർക്കും, പ്രതീക്ഷകളെ ദൈവം മാറ്റും. ഹല്ലേലൂയ. ചില പ്രതീക്ഷകളെ ദൈവം മാറ്റും. എത്ര പേർ വിശ്വസിക്കുവാൻ തയ്യാറാണ്? നോക്കാം, ഞാൻ പറഞ്ഞില്ല, 3 വാക്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അടുത്തൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. നോക്കാം, ഞാൻ ഇത്രയും സമയം ഘോരമായി പറഞ്ഞു, ഉണരണം എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി ഉണരണം? നോക്കണം, ഇത്ര നേരം നാം കേട്ടു, ഉണരുക 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 എന്ന് പറഞ്ഞു. ദൈവസഭ ഉണരുക, കുടുംബം ഉണരുക, നാം ഉണരുക എന്ന് പറഞ്ഞു. പക്ഷെ എന്തിനു വേണ്ടി ഉണരണമെന്ന് നാം കേട്ടില്ല. നോക്കാം, ദൈവസഭ, ദൈവം പറഞ്ഞു, ദൈവസഭ ഉണരുക. ഈ മുന്നറിയിപ്പ് പറയുവാൻ കാരണം അതിന്റെ 2ാമത്തെ വാക്യം വായിച്ചട്ടെ. അതിന്റെ അടുത്ത വാക്യം വായിച്ചു, നാം വായിച്ച കുറിവാക്യം, അതിന്റെ 9ാമത്തെ വാക്യം തന്നെ വായിച്ചട്ടെ. യഹോവയുടെ ഭുജമേ ഉണരുക ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക, പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹത്തെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലേ. നോക്കണേ, അവിടെ 2 വാക്കുകൾ പറയുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവസഭ, ദൈവമക്കൾ ഉണരുവാൻ പറഞ്ഞതിന്റെ കാര്യം? ദൈവത്തിന് വേറെ പണിയോ ഒന്നും കൊണ്ട് അല്ല പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞതല്ല. അല്ലെങ്കിൽ ദൈവം പറഞ്ഞ 2 കാര്യങ്ങൾ. ദൈവം നമ്മോട് പറഞ്ഞ ആ മുന്നറിയിപ്പിന്റെ പ്രധാന കാരണം, നോക്കണം, രഹബിന്റെ സൈന്യത്തെയും മഹാസർപ്പത്തെ കുത്തിക്കളയൂ നീയല്ലയോ. ഓർക്കുക, ദൈവം നമ്മോട് ഉണരുവാൻ പറഞ്ഞതിന്റെ കാര്യം. നമുക്ക് മുമ്പിൽ 2 ശക്തികൾ എഴുന്നേറ്റ് നിൽക്കുകയാ. 1 രഹബിന്റെ സൈന്യം, 2 മഹാസർപ്പം. ഇന്ന് രാത്രി ഓർക്കുക, ദൈവം നമ്മോട് ഉണരുവാൻ പറഞ്ഞതിന്റെ കാര്യം, നിനക്ക് ചുറ്റും ചില പ്രതികൂലങ്ങൾ ഉയർന്നു നിൽക്കുകയാ. ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷകൾക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ സഭയ്ക്ക് നേരെ, നിന്റെ ശുശ്രൂഷകൾക്ക് നേരെ, നിന്റെ തലമുറയുടെ ഭാവിക്ക് നേരെ അത് ഇന്നും ചില വൈരികൾ ഉയർന്നു നിൽക്കുകയാ. ചില രഹബിന്റെ സൈന്യം, ചില മഹാസർപ്പങ്ങൾ നിനക്ക് ചുറ്റും വെല്ലുവിളിച്ചു നിൽക്കുകയാ. ഇന്ന് രാത്രി അതിനെ തകർക്കണമെങ്കിൽ, അതിനെ മുടിച്ചു കളയണമെങ്കിൽ നിന്റെ വിദ്യാഭ്യാസത്തിനോ, നിന്റെ കുലമഹിമയ്ക്കോ, നിന്റെ പാരമ്പര്യത്തിനോ, നിന്റെ സമ്പത്തിനോ കഴിയത്തില്ല. മറിച്ച് അഭിഷേകത്തിന് കഴിയും, പ്രാർത്ഥനയ്ക്ക് കഴിയും. അങ്ങനെയാണെങ്കിൽ ദൈവം പറഞ്ഞതിന്റെ കാര്യം, ഉണരുവാൻ പറഞ്ഞതിന്റെ കാര്യം, ചിലത് നിനക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയാ. ഹല്ലേലൂയ.
ഒന്ന് രഗബിന്റെ സൈന്യം, രണ്ട് മഹാസർപ്പം. നോക്കണം, വചനാടിസ്ഥാനത്തിൽ പറയാം. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു വരണ്ട, ഞാൻ തന്നെ പറയാം. നോക്കാം, അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. നോക്കണം, മെലീത്താൻ ദ്വീപിൽ രക്ഷിക്കപ്പെട്ട വന്ന പൗലോസും തന്റെ ശിഷ്യന്മാരും. നോക്കണം, അന്ന് തണുപ്പ് മഴ നിമിത്തം ബർവരന്മാർ അവർക്ക് അസാധാരണ ദയ കാണിച്ചു. താമസിക്കുവാനുള്ള സകല സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തു. നോക്കണം, അങ്ങനെ ഏർപ്പെടുത്തി കൊടുത്തപ്പോൾ നോക്കണം, അന്ന് മഴയും തണുപ്പും ആയതുകൊണ്ട് പൗലോസ് ഒരു സ്ഥലത്ത് ഇരുന്ന് വിറക് പെറുക്കി തീയിട്ടപ്പോൾ ഒരു അണല് ചാടി അവന്റെ കൈമേൽ പറ്റി. ഹല്ലേലൂയ. നോക്കണം, ആ പാമ്പിനെ അവൻ കുടഞ്ഞ് തീയിൽ ഇട്ടു. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കും. എന്നാൽ ഇതിനകത്തൊരു ആത്മീയമായ ഒരു അർത്ഥമുണ്ട്. ഹല്ലേലൂയ. ഒരു മരണം ഒളിഞ്ഞു കിടക്കുകയാ. നോക്കണം, പൗലോസും തന്റെ ശിഷ്യന്മാരും മെലീത്ത ദ്വീപിൽ രക്ഷിക്കപ്പെട്ട വന്ന ശേഷം നോക്കാം, ഇന്നലെ വരെയും രക്ഷപ്പെട്ട വന്നവരെ തകർത്തുകൊണ്ടിരുന്ന പാമ്പ്, ഇന്നലെ വരെയും ഹല്ലേലൂയ രക്ഷപ്പെട്ട് ദ്വീപിൽ വന്നവരെ തകർത്തുകൊണ്ടിരുന്ന പാമ്പ് പൗലോസും തന്റെ ശിഷ്യന്മാരും ആ പട്ടണത്തിൽ വന്നപ്പോൾ, ആ ദ്വീപിൽ വന്നപ്പോൾ നോക്കണം, ഹല്ലേലൂയ, അതൊരു ശാപം പിടിച്ച ഒരു മരണത്തിന് താഴ്വാര എന്ന് പറയുന്ന പട്ടണമാ. നോക്കണം, ഒരു നീതി ദേവി ഭരിക്കുന്ന ഒരു പട്ടണമാ. അത് ശാപമുള്ള ഒരു പട്ടണമാ, ഒരു മരണമുള്ള പട്ടണമാ. നോക്കണം, പലരും വന്നവരാ, പക്ഷെ രക്ഷപ്പെട്ടവരാരും ഇതുവരെയ്ക്ക് ഇന്നും ജീവിച്ചിട്ടില്ല. പലരെയും ദൈവം പലരും നീതി ദേവി കൊന്നു കളഞ്ഞു. എന്നാൽ നോക്കണം, പൗലോസും തന്റെ ശിഷ്യന്മാരും രക്ഷിക്കപ്പെട്ട് മെലീത്ത ദ്വീപിൽ വന്നപ്പോൾ അവിടെ എങ്ങനെ വായിക്കുന്നു, അന്ന് മഴയും തണുപ്പ് നിമിത്തം പൗലോസ് ഒരു സ്ഥലത്ത് വിറക് പെറുക്കി തീയിട്ടു. നോക്കണം, അവിടെ ഒരു അർത്ഥമുണ്ട്. മഴയും തണുപ്പ് നിമിത്തം പൗലോസ് ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ, ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുവാൻ തുടങ്ങിയപ്പോൾ, ആ പ്രാർത്ഥനയ്ക്കകത്ത് തീ ഇറങ്ങുവാൻ തുടങ്ങിയപ്പോൾ, ആ പ്രാർത്ഥനയ്ക്കകത്ത് തീ കത്തുവാൻ തുടങ്ങിയപ്പോൾ അകത്തിരുന്ന പിശാച് അടങ്ങിയിരുന്നില്ല, അവൻ ചാടുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ദൈവമക്കളെ, ഇന്ന് രാത്രി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് തീപ്പൊരിയല്ല വീഴേണ്ടത്, ഒരു തീ കത്തുവാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ആരാധനയ്ക്കകത്ത് ഒരു തീ ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ, തീ കത്തുവാൻ തുടങ്ങുമ്പോൾ അകത്തിരിക്കുന്ന പിശാച് അവൻ അടങ്ങിയിരിക്കത്തില്ല. ഇന്നലെ അവനെ ഒളിഞ്ഞിരുന്ന് അവന് പതിയിരുന്ന തലമുറകളെയും കുടുംബത്തെ ഭിന്നിപ്പിക്കുന്ന ചില ഭിന്നതയുടെ ആത്മാവിനെ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ചിലത് പുറത്ത് ചാടുവാൻ പോകുകയാ. എത്ര പേർ അത് ഏറ്റെടുക്കുവാൻ തയ്യാറാണ്? ഇന്ന് രാത്രി ഹല്ലേലൂയ, ഇത് വെറും വാക്ക് പറയുന്നതല്ല. ഹല്ലേലൂയ, ദൈവാത്മ പറയുന്നു, നാം ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ സങ്കീർത്തനക്കാരൻ 39-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അല്ലെങ്കിൽ എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് തീ കത്തി എന്ന. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് തണുപ്പല്ല വരേണ്ടത്. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്ന് തീ കത്തുവാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ശുശ്രൂഷകൾക്കകത്ത് തീ കത്തുവാൻ തുടങ്ങുമ്പോൾ, ഇന്ന് രാത്രി അകത്തിരിക്കുന്ന പതിയിരിക്കുന്ന ചില മേഖലകളെ ഇന്ന് രാത്രി തകർക്കുവാൻ പോകുന്നു എന്ന്, ചിലത് പുറത്ത് ചാടുവാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി കൈമാറുകയാ. ഹല്ലേലൂയ. എത്ര പേർ സ്വീകരിക്കുവാൻ തയ്യാറാണ്? ഇന്ന് രാത്രി എത്ര പേർ ഈ ദൂതിനെ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്? ഇന്ന് രാത്രി ഒന്നും കൂടെ പറയാം, നമ്മുടെ ഭവനത്തിൽ നിന്ന് നാം പ്രാർത്ഥിച്ചാലും, നമ്മുടെ സഭയ്ക്കകത്ത് നിന്ന് പ്രാർത്ഥിച്ചാലും, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ തീ ഇറങ്ങണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ തീ പന്തമായി നമുക്ക് കത്തണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങണം. ഹല്ലേലൂയ. അങ്ങനെ ഇറങ്ങുവാൻ തുടങ്ങിയാൽ ഇന്ന് രാത്രി പതിയിരിക്കുന്ന മേഖലകൾ ദൈവം പൊളിച്ചു മാറ്റും. ഹല്ലേലൂയ. ചിലർ ചാടുവാൻ തുടങ്ങും. നോക്കണം, ആ അണലി ചാടി പുറപ്പെട്ടപ്പോൾ, അവൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ, അവന്റെ പ്രാർത്ഥനയ്ക്കകത്ത് തീ കത്തുവാൻ തുടങ്ങിയപ്പോൾ അകത്തിരുന്ന നീതിദേവി ഇളകി, അവൻ പുറത്ത് ചാടി, അവന്റെ കൈമേൽ കടിച്ചു. പലരും അവനോട് പറഞ്ഞു അവൻ ചത്തു, നീതിദേവി അവനെ കൊന്നു കളഞ്ഞു. പലരും അവൻ പ്രതീക്ഷയോടെ കാത്തു നിന്നു. എന്നാൽ അഭിഷേകമുള്ളവൻ, പ്രാർത്ഥനയുള്ള പൗലോസ് കടിച്ച പാമ്പിനെ പ്രാർത്ഥന എന്ന തീക്കകത്തിട്ടെങ്കിൽ, യെസ്,
ഇന്ന് രാത്രി അതേ പ്രാർത്ഥന എന്ന തീക്കകത്തിട്ടെങ്കിൽ ദൈവാത്മ പറയുന്നു, ഇന്ന് രാത്രി ചിലതിനെ പ്രാർത്ഥന എന്ന തീക്കകത്തിടാവാൻ പാകയാ. ഇന്ന് രാത്രി എത്ര പേർ ഏറ്റെടുക്കുവാൻ തയ്യാറാ? പ്രാർത്ഥന എന്ന തീക്കകത്ത് രഹബത്ത് മിനിസ്ട്രിക്കകത്ത് ഇന്ന് രാത്രി തീ കത്തുവാൻ തുടങ്ങുമ്പോൾ, വെറും തീയല്ല, ഒരു അഭിഷേകത്തെ തീ കത്തുവാൻ തുടങ്ങുമ്പോൾ, പല സാഹചര്യത്തിനകത്ത് പല ദേശത്തിനകത്ത് ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിലും നാം ഒരുമിച്ചിരുന്ന് നാം ശക്തമായി ആരാധിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് രാത്രി ഇതിന്റെ അകത്തൊരു തീ ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ, നിന്റെ പട്ടണത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദേശാന്തര ശക്തികൾ, നിന്റെ തലമുറകൾക്കകത്ത് വ്യാപരിക്കുന്ന പാപത്തിന്റെ മേഖലകളെ ഇന്ന് രാത്രി ദൈവം ഒന്നൊന്നായി ദൈവം പുറത്തെടുക്കുവാൻ പോകുന്ന ഇന്ന് രാത്രി ദൈവാത്മാവ് കൈമാറുകയാ. ഇന്ന് രാത്രി എത്ര പേർ അത് ഏറ്റെടുക്കുവാൻ തയ്യാറാ? ഹല്ലേലൂയ. ശതരഘടകസ്യന്തന വൈരം തേരഘടകസ്യന്തന ലമനധനഘടകസ്യന്തന. ഇന്ന് രാത്രി ഹല്ലേലൂയ അത് എത്ര പേർ സ്വീകരിക്കുന്നു? ഇന്ന് രാത്രി ഹല്ലേലൂയ യെശയ്യാ പുസ്തകം 10-ാം അധ്യായം പറഞ്ഞതുപോലെ, അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോറും. എങ്ങനെയാ? പുഷ്ടി നിമിത്തം എന്ന് പറഞ്ഞാൽ അഭിഷേക നിമിത്തം, പ്രാർത്ഥന നിമിത്തം ചില മുഖങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്നും അഴിഞ്ഞു മാറുവാൻ പോകുകയാ. ചില ഭാരങ്ങൾ, ചില വേദനകൾ, ചില നിരാശകൾ ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷകൾക്ക്, നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്നെ മുന്നോട്ട് പോകുവാൻ കഴിയാതെ നിന്റെ ഭാരമായി നിൽക്കുന്ന, നിന്റെ ശരീരത്തിൽ ഭാരമായി നിൽക്കുന്ന ചില വേദനകളെ ഇന്ന് രാത്രി ദൈവം മാറ്റുവാൻ പോകുകയെ. എങ്ങനെ? പുഷ്ടി നിമിത്തം, അഭിഷേക നിമിത്തം, പ്രാർത്ഥന നിമിത്തം ചില നുഖങ്ങൾ നിന്റെ മേൽ അഴിഞ്ഞു മാറുവാൻ പോകുകയാ. ഇന്ന് രാത്രി സ്വീകരിച്ചാട്ടെ. ഇന്ന് രാത്രി അത് ഏറ്റെടുക്കുക. ഇന്ന് രാത്രി അത് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അത് ഏറ്റെടുക്കുന്നു. ഇന്ന് രാത്രി കുടുംബങ്ങൾക്കകത്ത് ആ ദൈവശക്തി വ്യാപരിക്കുകയാ. അല്ലെങ്കിൽ ആ ദൈവശക്തി വ്യാപരിക്കുക. ഇന്ന് രാത്രി ആ ദൈവശക്തി വ്യാപരിക്കുക. ഇന്ന് രാത്രി നിന്റെ ഭവനത്തിന്റെ അകത്ത് തന്നെ ആ ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയാ. ഇന്ന് രാത്രി ഷോബി ജോയ് എന്ന് പറയാ പ്രിയ ഡിവേഴ്സിനോട് ദൈവ ആന്റിയെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ഏറ്റെടുക്കുക. ഇന്ന് രാത്രി നിന്റെ ഭവനത്തിനകത്ത് പതിയിരിക്കുന്ന ചില ഭിന്നതയുടെ ആത്മാവിനെ ഇന്ന് രാത്രി ദൈവാത്മാവ് അഴിച്ചു മാറ്റുകയാ. ഇന്ന് രാത്രി അഴിച്ചു മാറ്റുകയല്ല ബാബ ഷാദരഗസ്യന്തന. ഇന്ന് രാത്രി ഏറ്റെടുക്കുക. ഇന്ന് രാത്രി ഷാദരഘടകസ്യന്തന നിന്നെ അടുത്തൊരു ശുശ്രൂഷയിലേക്ക്, അടുത്തൊരു ആത്മീയ മണ്ഡലത്തിലേക്ക്, അടുത്തൊരു ഉണർവിലേക്ക് നിന്റെ ഭവനത്തെ ഞാൻ എടുത്തു മാറ്റുവാൻ പോകുന്ന അടുത്തൊരു തലത്തിലേക്ക്, അടുത്തൊരു പടിയിലേക്ക് ഇന്ന് രാത്രി എടുത്തു മാറ്റുവാൻ പോകുന്ന ഇന്ന് രാത്രി കൈമാറുകയാ. ഇന്ന് രാത്രി എത്ര പേർ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്? നിങ്ങൾ ആരും മൗനമായിരിക്കരുത്. അൽവിയ ആരും സർവേക്കല്ല് പോലെ വന്നിരിക്കരുത്. ഇന്ന് രാത്രി ആൽവിയ ഏറ്റെടുക്കുവാൻ തയ്യാറായ, ഇന്ന് രാത്രി ഞാൻ പ്രവചനമല്ല പറയുന്നത്, വചനമാ പറയുന്നത്. ഇന്ന് രാത്രി വചനത്തിന്റെ നിവർത്തീകരണം ഇന്നകത്ത് നടക്കണമെങ്കിൽ ഇന്ന് രാത്രി പലപ്പോഴും നമ്മളെ വിടുന്ന തടസ്സം ഇതാ. നമ്മൾ കേൾക്കുന്നു എങ്കിലും അത് ഏറ്റെടുക്കുന്നില്ല. ഇന്ന് രാത്രി നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഇന്ന് രാത്രി അതിൻ്റെ അകത്തൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓർക്കുക, ഞാൻ പറഞ്ഞു വന്ന ഭാഗം പറയാം. ഹല്ലേലൂയ. അത് പറഞ്ഞപ്പോൾ നോക്കണം, ഒരു ഭാഗം എന്നെ ചിന്തിപ്പിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം നോക്കണം, യേശു ജനിച്ചു എന്ന് നോക്കണം. ഹല്ലേലൂയ. ആദ്യം ആരോട് അറിയിച്ചത്? ആട്ടിടയന്മാരോട് അറിയിക്കുകയാ. നോക്കണം, ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് ആട്ടിടയന്മാരോട് അറിയിച്ചപ്പോൾ നോക്കണം, അല്ല ഒരു ആട്ടിടയൻ പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്ക് ഒരുമിച്ച് പോയി ഈ ദൂത് കാണണം. ഹല്ലേലൂയ. ഈ ദൂത് വാക്കി പറഞ്ഞ ദൂത് നമുക്ക് കാണണമെന്ന് ആദ്യം എങ്ങനെ പറഞ്ഞു? നമുക്ക് ഒരുമിച്ച് പോയി കാണണമെന്ന് പറഞ്ഞു. നോക്കണം, അവിടെ 3 കാര്യങ്ങൾ പറയുകയാ. 1, ആട്ടിടയന്മാർ ദൂത് കേട്ടു. ഹല്ലേലൂയ. ദൂത് കേട്ടു. ഹല്ലേലൂയ. 2, അവർ അതിനു വേണ്ടി ബന്ധപ്പെട്ടു. ഹല്ലേലൂയ. 2, അവർ അതിനു വേണ്ടി പുറപ്പെട്ടതിന്റെ ഫലം അവർ കണ്ടു. ഹല്ലേലൂയ. രാത്രി ഞാൻ പറയാം, കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറായ, അത് വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ തയ്യാറായ,
കേൾക്കുന്ന ദൂതുകൾ, കേൾക്കുന്ന വചനങ്ങൾ, ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അത് ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ, ഏറ്റെടുത്താൽ മാത്രം പോരാ, അതിനു വേണ്ടി ഒന്ന് ബന്ധപ്പെടുവാൻ തയ്യാറായാൽ, അതിനു വേണ്ടി ഒന്ന് പുറപ്പെടുവാൻ തയ്യാറായാൽ, തീർച്ചയായും നിങ്ങൾ ബന്ധപ്പെട്ടതിന്റെയും നിങ്ങൾ ഓടിയതിന്റെയും നിങ്ങൾ അധ്വാനിച്ചതിന്റെയും ഫലം നിങ്ങൾ കാണും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പറഞ്ഞ വാഗ്ദത്തം നിങ്ങൾ കാണും, പറഞ്ഞ ദൂതിന്റെ നിവർത്തീകരണം നിങ്ങൾ കാണും, പറഞ്ഞ വചനത്തിന്റെ നിവർത്തീകരണം നിങ്ങൾ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാ, ഓടി വരികയാ. ഞാൻ ചില വാക്യങ്ങൾ പറഞ്ഞ് ഓടിച്ച് ഞാൻ പറയാ. നോക്കണം, അവിടെ ഇങ്ങനെ പറയുന്നു, രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളയും നീയല്ലോ. അതുകൊണ്ട് എന്നെ ദൈവമക്കളോട് പറയാം, ദൈവം നമ്മോട് ഉണരുവാൻ പറഞ്ഞതിന്റെ കാരണം നമുക്ക് ചുറ്റും ഇന്നും വെല്ലുവിളികളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ശുശ്രൂഷകൾക്ക് നേരെ, പ്രാർത്ഥനയ്ക്ക് നേരെ, വിശ്വാസത്തിന് നേരെ, നമ്മുടെ ആരാധനയ്ക്ക് നേരെ, നമ്മുടെ തലമുറകൾക്ക് നേരെ ഇന്നും പ്രതികൂലങ്ങൾ ദിവ്യാതനെ പോലെ തലപൊക്കി നിൽക്കുമ്പോൾ അതിനെ തകർക്കണമെങ്കിൽ നാം പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ, നാം ആരാധിച്ചേ പറ്റത്തുള്ളൂ, നാം ഉണർന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ഉണരുവാൻ സാധിച്ചാൽ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യം ഒന്ന് ഓടിച്ചു വായിച്ചട്ടെ ഓടിച്ചൊന്ന് വായിച്ചട്ടെ. അതിന്റെ 10ാമത്തെ വാക്യം. സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ. നോക്കണം, ആ വാക്കുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ അങ്ങനെ നാം പിശാചിനെ തകർക്കുവാൻ സാധിച്ചാൽ, അങ്ങനെ പിശാചിനെ നാം തകർക്കുമ്പോൾ ഇന്ന് രാത്രി പിശാച് മറച്ചു വെച്ചനെ ദൈവം നമുക്ക് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സുപരിതമായ ഒരു വാക്യമാണ് യെശയ്യാപ്രവചനം 45-ാമത്തെ വാക്യം, 3-4 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു. നോക്കണം, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി, താമരക്കഥകളെ തകർത്ത്, ഇരുമ്പോടാമ്പുലുകളെ ഹണ്ണിച്ച് മറഞ്ഞിരിക്കുന്നതിനെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പിശാച് മറച്ചു വെച്ചതും മാനുഷിക കാര്യങ്ങൾ നിനക്ക് വേണ്ടി മറച്ചു വെച്ച ചില അവകാശങ്ങൾ, ചില നന്മകൾ, ചില ശുശ്രൂഷകൾ, ചില വാഗ്ദത്തങ്ങൾ, പ്രാർത്ഥനയുടെ മറുപടികൾ ഞാൻ നിനക്ക് തരുവാനിടയാകും. അത് എത്ര പാർസി സൈന്യം തടഞ്ഞു വെച്ചാലും, എത്ര രഹബിന്റെ സൈന്യം തടഞ്ഞു വെച്ചാലും, എത്ര മഹാസർപ്പങ്ങൾ നിനക്ക് മുമ്പിൽ എഴുന്നേറ്റാലും, ദൈവം പറയുന്നു, ദർശനത്തിൽ ഞാൻ ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സമയം തെറ്റുകയില്ല, അത് ഞാൻ തന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു. വറ്റിച്ചു കളയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടത് വഴിയാക്കുകയും ചെയ്തു നീയല്ലയോ. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ അവർ സിയോനിലേക്ക് മടങ്ങി വരും. എന്ന് പറഞ്ഞാൽ ചിതറിപ്പോയവർ ചിലത് മടങ്ങി വരും. നിരാത്ത് ദൈവാത്മ പറയുന്നു, നിന്റെ ഭവനത്തിൽ ചിതറിപ്പോയതിനെ, നിന്റെ സഭയിൽ ചിതറിപ്പോയതിനെ അത് ദൈവം പറയുന്നു, ഞാൻ മടക്കി കൊണ്ടുവരുവാൻ പോകുകയാ. എത്ര പേർ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്? ചില തലമുറകൾ മടക്കി കൊണ്ടുവരുവാൻ പോകുകയാ. ചില തലമുറകളെ ഞാൻ മടക്കി കൊണ്ടുവരുവാൻ പോകുകയാ. നഷ്ടപ്പെട്ടു പോയതിനെ, അല്ലെങ്കിൽ മാറിപ്പോയതിനെ, ആത്മീയത്തിൽ നിന്നും മാറിപ്പോയതിനെ, പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോയതിനെ ഞാൻ മടക്കി കൊണ്ടുവരുവാൻ പോകുകയാ. ഹല്ലേലൂയ. അവർ എങ്ങനെ വരും? ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരികയും നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ഇന്ന് രാത്രി നിങ്ങളോട് പറയുക, ഇന്നലെ വരെ ഇല്ലാത്ത സന്തോഷം, ഇന്നലെ വരെ ഇല്ലാത്ത സമാധാനം നിന്റെ ഭവനത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. ഹല്ലേലൂയ. ഇന്നലെ വരെ ഒരു ഞരക്കത്തോടെയാണെങ്കിൽ, ഇന്നലെ വരെ ഒരു കണ്ണുനീരിന്റെ കരയിലാണെങ്കിൽ, ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു ആനന്ദത്തിന്റെ കരയിലേക്ക്, ഒരു സന്തോഷത്തിന്റെ കരയിലേക്ക്, ഒരു വിടുതലിന്റെ കരയിലേക്ക്, വാഗ്ദത്തത്തിന്റെ കരയിലേക്ക് ഞാൻ നിന്നെ കൊണ്ട് അടുപ്പിക്കും. ഹല്ലേലൂയ. നിർജ്ജന പ്രദേശത്ത് നദി, ജീവന്റെ നദി ഒഴുകുമെന്ന് പറഞ്ഞെങ്കിൽ, പണത്തിന്റെ നദിയല്ല ഒഴുകുമെന്ന് പറഞ്ഞത്, സമ്പത്തിന്റെ നദി ഒഴുകുമെന്നല്ല പറഞ്ഞത്, വിടുതലിന്റെ നദി, കൃപയുടെ നദി, അല്ലെങ്കിൽ ആനന്ദത്തിന്റെ നദി, സന്തോഷത്തിന്റെ നദി. ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന മരുഭൂമിക്കകത്ത് ഒരു ജീവന്റെ നദി ഒഴുകുകയാ. ഈ വചനത്തിന്റെ നദി ഒഴുകുകയാ. ഈ നദി 4 ദിശകളായി ഒഴുകി ചിലതിനെ ഞാൻ രൂപാന്തരപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി കൈമാറുന്നു. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു. ദുഃഖവും ഞരക്കവും ഞാൻ ഓടിപ്പോകും, ഞാൻ തന്നെ നിങ്ങളെ
ഞാൻ തന്നെ. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി ലോകക്കാർ നമ്മെ പല ആശ്വാസ വാക്കുകൾ പറഞ്ഞിട്ട് മാറി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി പറയുന്ന ഒറ്റ വാക്ക്, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെങ്കിൽ അന്ത്യം വരെയും നിന്നെ വഴി നടത്തുവാൻ ശക്തനാണ്. കൊലോസ്യർക്ക് ലേഖനം ഇങ്ങനെ പറയുന്നു, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. കർത്താവ് വിശ്വസ്തനാണെങ്കിൽ നാം അതുപോലെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ തയ്യാറായ ഇന്ന് രാത്രി അവൻ നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ ദൈവം ഉറപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞ് നിർത്തുകയാണ്, ദൈവസഭ ഉണരുക, ദൈവസഭ ഉണരുക. അങ്ങനെ ഉണരുവാൻ തയ്യാറായ തീർച്ചയായും ഇന്ന് പകൽക്കാലം കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ എന്റെ